നമസ്കാരം. അപ്പോൾ എന്നെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. കുറേ പേര് ആദ്യമായിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. എൻ്റെ പേര് പ്രതീഷ് എന്നാണ്. ഞാൻ വിദ്യയിൽ 2008, 2012 ബാച്ച് ഇസിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ യുഎഇയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. അതിന് മുന്നേ നാട്ടിലായിരുന്നു. നാട്ടിലുള്ള സമയത്ത് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജിയോയിലൊക്കെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു IT ഫേമിൽ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അബുദാബിയാണുള്ളത്. പിന്നെ എൻ്റെ വൈഫും വിദ്യയിൽ തന്നെയാണ്. 2018 ബാച്ചാണ് സിവിൽ രാജശ്രീ. എനിക്കൊരു കുട്ടിയുണ്ട്, ധ്വനി. വൈഫും വർക്കിംഗ് ആണ്. മോള് ഡേ കെയറിൽ പോകുന്നു. ഇതൊക്കെയാണ് പേഴ്സണലായിട്ടുള്ളൊരു ഇത്. പിന്നെ ഇൻഷുറൻസിൻ്റെ ഫീൽഡിൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ 2020 സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്തതാണ്. IRDAയുടെ എക്സാം എഴുതി ലൈസൻസ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ കുറച്ചുകൂടി 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഏജൻസി കോഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 5 വർഷത്തിന് മുകളിലായിട്ട് ടോട്ടൽ ഇൻഷുറൻസ് ഫീൽഡിൽ, നാട്ടിലെ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ടോട്ടൽ ഇൻഷുറൻസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. തിരക്കേടില്ലാത്ത രീതിയിൽ കസ്റ്റമർ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ നാട്ടിൽ ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാം ഡിജിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വിദ്യേറ്റ്സ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ പേര് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ, ഞാൻ മറ്റേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ട് പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിലും ത്രൂവും പിന്നെ നമ്മളുടെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, കലാശക്കൊട്ട്, ആ കലാശക്കൊട്ടിലും ഞാനൊരു സ്പോൺസറായിരുന്നു. അപ്പോൾ അതിലും കുറേ പേര് കണ്ട് കുറേ പേരിനെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരിനെ ഇപ്പം ഇന്ന് കാണാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം എന്തുകൊണ്ടാണ് ഞാൻ കോഡ് എടുത്തത് സ്റ്റാർ ഹെൽത്തിൽ അല്ലെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫിൽ കോഡ് എടുത്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2020 സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് കോവിഡിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും ആലോചിച്ചു, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഏതായിരിക്കും എടുക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഏതായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി. ഫസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണല്ലോ, എന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ളവരെ നമ്മൾ അഡ്വൈസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് എനിക്ക് അന്ന് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള 2 ഇതിലാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഏജൻസി കോഡും എടുത്തത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഞാൻ അന്ന് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ കേസാണെങ്കിലും മാക്സ് ലൈഫിൻ്റെ കേസാണെങ്കിലും ജസ്റ്റ് ഞാൻ എൻ്റെ അന്നത്തെ ഒരു ഞാൻ സ്റ്റഡി നടത്തിയതിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ ഒക്കെ ബേസിസിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേജർ ഇൻഷുറൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമാണ്. അവർ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാതെ വേറെ ഇതുകളൊന്നും പ്രൊഡക്റ്റുകളൊന്നും കാര്യമായിട്ട് സെയിൽ ചെയ്യുന്നില്ല. മറ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേജർ ഷെയർ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലാവില്ല. അവർ ബാക്കി ഇൻഷുറൻസുകളും ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ചെറിയൊരു സബ്സിഡറി മാത്രമായിരിക്കും. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. അതിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കുകയാണെന്നുണ്ട് വെച്ചാൽ തന്നെ 33% ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിൽ സ്റ്റാർ ഹെൽത്താണ് ഇപ്പോഴും നമ്പർ 1. കാലങ്ങളായിട്ടും അവർ തന്നെയാണ് നമ്പർ 1 ആയിട്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണ്. അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അറൗണ്ട് 14,000 മുകളിലാണ്ട് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ സ്റ്റാർ ഹെൽത്തിനുണ്ട്. കമ്പാരിറ്റീവ്ലി പ്രീമിയം നോക്കുമ്പോഴും നമുക്ക് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം ആണ് സ്റ്റാർ ഹെൽത്തിൻ്റെ. മറ്റുള്ളവരിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഫീച്ചേഴ്സിൻ്റെ വൈസും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഇനി ആക്സിസ് മാക്സ് ലൈഫിൻ്റെ കേസ് പറയുന്നത്, ആക്സിസ് മാക്സ് ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. മാക്സ് ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും കൂടിയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇന്ന് ഇന്ത്യയിലുള്ള
ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളിൽ നമ്പർ 1 ആണ് ആക്സിസ് മാക്സ് ലൈഫ്. അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 99.70 ആണ്. ഇതാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയുണ്ടാവുമായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം. ഇപ്പം നമ്മളൊരു 100 ക്ലെയിംസ് വരുന്നുണ്ട് വെച്ചെങ്കിൽ അതിൽ എത്ര ക്ലെയിം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 ക്ലെയിം വരുന്നതിൽ 99.7 ക്ലെയിമും അല്ലെങ്കിൽ 1000 ക്ലെയിം വരുന്നതിൽ 997 ക്ലെയിമും പാസ്സായി പോകുന്ന ഒരു കമ്പനിയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 1.85 lakh crore, അതായത് 1,85,000 കോടി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ് ആക്സിസ് മാക്സ് ലൈഫ്. പിന്നെ അവർ ഏകദേശം 1 കോടിക്ക് മുകളിൽ ആളുകളുടെ ലൈഫ്സ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, രോഹിത് ശർമ്മ നമ്മുടെ പഴയ എക്സ് ഇന്ത്യൻ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ വൈഫുമാണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ എന്തുകൊണ്ട് അന്ന് സ്റ്റാർ ഹെൽത്ത് എടുത്തു എന്നുള്ളതിന്റെ. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ട് വെച്ചാൽ എപ്പോഴാണ് ഒരു ബെസ്റ്റ് ടൈം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എപ്പോഴാണെന്നുള്ളത് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എങ്ങനെയാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം എപ്പോഴാണ്? എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ അച്ഛനും UAE ഉണ്ടായിരുന്നു. UAE നിന്ന് തിരിച്ച് നാട്ടിലേക്ക് റിട്ടയർ ആയി പോയി. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നില്ല. ഇപ്പൊ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാൻ ട്രൈ ചെയ്യുമ്പോ പക്ഷെ ആള് ഭയങ്കര ഏജ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അന്നേ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ എടുത്തില്ല. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് എടുക്കുക. ഇത് നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ എടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എടുക്കുമ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും ഏറ്റവും ഫസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സമയം. എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നതിന് ശേഷം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരുപക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്യണമെന്നില്ല. അതല്ല എന്നുണ്ടെച്ചെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് കുറച്ച് വെയിറ്റിംഗ് പീരീഡോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പോളിസി അപ്രൂവ് ആവുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെർട്ടൻ പീരീഡ്, ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് ഏറ്റവും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 3 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ആദ്യത്തെ ആ ഒരു 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തായിരുന്നു അതിന് കവറേജ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് കവറേജ് കിട്ടും. അതല്ല നമ്മളൊരു അസുഖം വന്നിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അന്വേഷിക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തുടർച്ചയായിട്ട് വരുന്ന സ്ലൈഡുകളിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. നമുക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഏജിൽ തന്നെ എടുക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി പ്രീമിയത്തിന്റെ കേസിലും പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമുക്ക് ഏജ് കുറവുള്ള സമയത്ത് പ്രീമിയം കുറവായിരിക്കും. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇനീഷ്യലായിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അല്ലാതെ തന്നെ ആദ്യത്തെ 2 വർഷം നമുക്ക് കവറേജ് കിട്ടാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു ഇൻഷുറൻസ് സെറ്റപ്പ് പോലെയല്ല നാട്ടിലെ. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ 2 വർഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം കവറേജ് കിട്ടാത്ത സ്പെസിഫൈഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് IRDAയുടെ ലിസ്റ്റിലുള്ള ഒരു 20ഓളം അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾക്ക് നമുക്ക് പോളിസി ഇൻഷുറൻസ് നമുക്ക് ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യത്തെ 2 വർഷത്തേക്ക് ആ സ്പെസിഫൈഡ് ഡിസീസിന് നമുക്ക് കവറേജ് കിട്ടില്ല. 2 വർഷം നമ്മൾ ആ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് സ്റ്റാർട്ട് ആവുക.
പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യങ് ആയിട്ടുള്ള ഏജിലുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നവർക്ക്, ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് മെറ്റേണിറ്റി കവറേജ്. അതായത് ഗർഭകാലത്തിലുള്ള പ്രസവം നമ്മളുടെ ഇൻഷുറൻസിൽ കവറേജ് ആകുന്നുണ്ടോ എന്നുള്ളത്. ഒരു മേജറായിട്ടുള്ള ഒരുവിധം ഹെൽത്ത് ഇൻഷുറൻസുകളിലൊക്കെ മെറ്റേണിറ്റി കവറേജ് ഉള്ള പോളിസികളിൽ ഒരു ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഉള്ളത് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 2 ഇയർ വെയിറ്റിംഗ് പീരീഡുള്ള പോളിസി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് മെറ്റേണിറ്റിക്ക് ഇപ്പോൾ നമ്മളൊരു 20 ലക്ഷത്തിൻ്റെ പോളിസിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെയൊക്കെ മെറ്റേണിറ്റിക്ക് വന്നാലും നമുക്ക് കവറായി പോകുന്ന രീതിയിലുള്ള പോളിസികളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 വർഷം എങ്കിലും മെറ്റേണിറ്റിക്ക് നല്ലൊരു കവറേജ് കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ ഒരു 2 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു മാരേജ് ഒക്കെ കഴിയണ ആ സമയത്ത് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആ മെറ്റേണിറ്റി കവറേജ് ഒക്കെ അതിൽ കവറായി പോകും. പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡിന്റെ ഒരു കേസും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 3 വർഷമാണ് സാധാരണഗതിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് 3 വർഷത്തെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കാനും കൂടി നമുക്ക് അസുഖം എന്തെങ്കിലും വരുന്നതിനായിട്ടും മുന്നേ തന്നെ പോളിസി എടുത്തു വെക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ്. പ്രതീക്ഷേട്ടാ ഷെയറിംഗ് സ്റ്റോപ്പ് ആയി തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മളൊരു NRIക്ക് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ നമുക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾ എത്ര നാളെന്നുള്ളത് അതിലും വലിയ ചോദ്യമില്ല. അതെ, നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് വെച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മളുടെ ഹോം ടൗണിൽ തന്നെ കിട്ടാൻ ഉള്ളൊരു ഫെസിലിറ്റിയാണ് നമുക്കൊരു നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് വെച്ചെങ്കിൽ. ഇപ്പൊ നമുക്ക് നമ്മുടെ എല്ലാവർക്കും അറിയാം, നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിസയുടെ ഒപ്പം തന്നെയുള്ള നമ്മൾ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ആ സമയത്ത് മാത്രമാണ് നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചേഞ്ച് ചെയ്യുന്നൊരു ആവശ്യം വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ ആ ഒരു കരിയറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു ജോബ് ചേഞ്ച് ചെയ്യാൻ പോവാണ്, അപ്പോൾ ആ സമയത്ത് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ആ സമയത്ത് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കയ്യിലില്ല. നമ്മുടെ ജോബ് ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോയ സമയമാണ്. ഇനി തിരിച്ച് 1 മാസമോ 2 മാസമോ കഴിഞ്ഞായിരിക്കും തിരിച്ച് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതല്ലാന്നുണ്ട് വെച്ചാൽ എന്തെങ്കിലും കാരണവശാലും നമ്മുടെ ഒരു ജോബ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കൊരു മെഡിക്കൽ എമർജൻസി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു മെഡിക്കൽ എമർജൻസി കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഉണ്ടായിരുന്ന സേവിങ്സിൽ നിന്ന് നമ്മളൊരു മേജർ പോർഷൻ നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് ആ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സേവിങ്സ് എടുത്ത് നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ അധ്വാനിച്ചിട്ടുള്ള പണം വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണല്ലോ. അപ്പോൾ അതൊക്കെ സേവ് ചെയ്യാനുള്ള നമുക്ക് അത്തരത്തിലുള്ളൊരു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ബേസിക് ആയിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ആ ഒരു മേജർ ആയിട്ടുള്ളൊരു ക്രൈസിസ് വരുന്ന ഒരു സമയത്ത്, നമുക്കൊരു ജോബ് പോലും ഇല്ലാത്തൊരു സമയത്ത് അഡീഷണൽ ആയിട്ടൊരു വലിയൊരു എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരാതെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവണം എന്നില്ല,
ചിലപ്പോൾ ഒരു 95% ചിലപ്പോൾ അങ്ങനത്തെ ഒരു കേസുകളൊന്നും വരണമെന്നില്ല. പക്ഷെ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സിൽ നിന്ന് നമ്മളത് ചെലവാക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് കടം വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാകേണ്ട ഒരവസ്ഥ നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ കൂടി ആദ്യത്തെ 2 വർഷം കവറേജ് കിട്ടാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള സമയമാണ്, നമുക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വർഷം കവറേജ് കിട്ടാത്ത അസുഖങ്ങൾക്ക് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു കവറേജ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 2 വർഷം എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിയണ വരെ നമുക്ക് ഇവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് വെച്ചെങ്കിലും നാട്ടിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആദ്യത്തെ 2 വർഷം ആ സ്പെസിഫൈഡ് ഡിസീസിലുള്ള ലിസ്റ്റിലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടില്ല. അപ്പോൾ ആ ഒരു 2 വർഷം വെയിറ്റ് ചെയ്യാനും കൂടി നമുക്ക് മുന്നേ കൂട്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് ഇൻ കേസ് നമ്മൾ നാട്ടിലേറ്റും പോയി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി കവേർഡ് കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്താലാണ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ഫുള്ളായിട്ടൊരു കവറേജ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് മിനിമം 3 വർഷമെങ്കിലും വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ സാർവത്രികമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള ഒരു ഇതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിലും ഞാനിപ്പോൾ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും കൂടിയും വ്യത്യാസമാണ്. പണ്ട് കാലത്തുള്ളവർക്കൊന്നും ഇത്ര ചെറിയ വയസ്സിൽ തന്നെ ഇത്തരം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോളിസി എടുക്കുന്നതിന് മുന്നേ ഇത്തരം അസുഖങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ആ അസുഖങ്ങൾക്ക് പോലും 3 വർഷം നമ്മൾ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷം എന്ന് പറയുന്നത് 3 വർഷം തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാൻ നമ്മൾ മുന്നേ കൂട്ടിപ്പോൾ അസുഖമുള്ളവരാണെങ്കിൽ കൂടി ഇന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ട് വെച്ചാൽ ആ 3 വർഷം കഴിഞ്ഞാലാണ് നമ്മൾ നാട്ടിൽ പോയി സെറ്റിൽ ആവുന്ന ഒരു സമയത്തെങ്കിലും നമുക്ക് അതിനൊരു കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് കൂടി കണക്കാക്കിയിട്ട് നമ്മൾ മുന്നേ കൂട്ടി എടുത്തു വെക്കാം. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റേണിറ്റിക്കൊക്കെ ഇപ്പോൾ കുറെ പേര് കല്യാണം കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ കൂടി മെറ്റേണിറ്റിയുടെ സമയത്ത് നമ്മൾ നമ്മുടെ പേരൻസിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കുട്ടീനെയൊക്കെ നോക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യം നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി കവറേജ് കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ മിനിമം നമ്മൾ പോളിസിയിൽ ജോയിൻ ആയിട്ട് 2 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ മെറ്റേണിറ്റി കവറേജ് കമ്പനി ഇൻഷുറൻസിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കുട്ടീനെ നോക്കാനൊക്കെ വേണ്ടി പാരൻസിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവരുടെ വിസ എക്സ്പെൻസ്, അവരുടെ ടിക്കറ്റ് എക്സ്പെൻസ്, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് നാട്ടിലൊരു ബെറ്റർ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നുണ്ട് വെച്ചാൽ മെറ്റേണിറ്റി എല്ലാം കവർ ആവുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ട് വെച്ചാൽ നാട്ടിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് നാട്ടിൽ ഡെലിവറി പ്ലാൻ ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിന് നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡീഷണൽ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെയാണ്, പക്ഷെ നമ്മളുടെ ഒരു കൂടുതൽ ഒരു 90% ആളുകളുടെയും പാരൻസ് നാട്ടിലായിരിക്കും. വളരെ കുറച്ച് പേരുടെ ആയിരിക്കും പാരൻസ് ചിലപ്പോൾ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പാരൻസിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് എപ്പോഴും ബെറ്റർ ആണ്. കാരണം അവർ ഓൾറെഡി ഏജ്ഡ് ആയ ആളുകൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നമ്മളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു സെനാരിയോ മുന്നേ കൂട്ടി കണ്ടിട്ട് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. അതായത് ഇൻ കേസ് അവർക്കൊരു മെഡിക്കൽ എമർജൻസി കാര്യങ്ങളോ വരികയാണെങ്കിൽ എൻ്റെ ഉള്ള സേവിങ്സ് ഞാൻ ചിലവാക്കണോ, അതോ അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ മുതിർന്നവരാകുമ്പോഴും അവർക്ക് എന്തെങ്കിലും കറന്റ്ലി എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഈ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ സ്പെസിഫിക് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് ഏത് പോളിസി എടുക്കുമ്പോഴും 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനാണെന്നുണ്ടെങ്കിലും 3 വർഷത്തോളമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസിന് കൂടി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാലും ആ ഒരു എമൗണ്ടും ബെയർ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ അതും നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പാരൻസിന് കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നേരത്തെ തന്നെ രമ്യ ചേട്ടൻ പറഞ്ഞ പോലെ ആളുടെ പാരന്റിനെ നാട്ടിൽ തിരിച്ച് സെറ്റിൽ ആയതിനു ശേഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു മെഡിക്കൽ എമർജൻസി വന്ന സമയത്ത് ആൾക്ക് ആ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരമുള്ള കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പാരൻസിനും കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് എടുക്കുക എന്ന് ഉദ്ദേശിച്ച് നമുക്ക് വിത്ത് നമ്മുടെ ഫാമിലിക്ക് കൂടി എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അതെ അതെ അതെ. അതായത് ഫിനാൻഷ്യലി നമുക്കെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് മെറ്റേണിറ്റി കവറിന്റെ കേസൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ ഫാമിലി ആയിട്ട് എടുക്കുന്ന സമയത്താണ് മെറ്റേണിറ്റിക്കൊക്കെ കവറേജ് കിട്ടുക കേട്ടോ. എന്തായാലും ഞാൻ ഒരു ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ഇപ്പോൾ മേജർ ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ് എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് പൊളിച്ചെഴുതാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ആവറേജ് ഏജ് നമ്മുടെ വിദ്യാർത്ഥിൻ്റെ ഒരു ആവറേജ് ഏജ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്ന ഒരു 35 വയസ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഇതിനേക്കാൾ ഒരു 5 വർഷം ഒരു 40 വയസ്സ് വരെയുള്ളവരും നമ്മുടെ വിദ്യാർത്ഥി ഫാമിലിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. താഴത്തേക്ക് ഇറങ്ങുകയാണെന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഒരു 35 വയസ്സുള്ള ഒരാളുടെ ഒരു ആവറേജ് എന്ന് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ചിലവ് വരും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് എടുക്കുകയാണെന്ന് വെക്കാം. ഇപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ആളാണ്. ആൾക്ക് ഏകദേശം ഒരു 35 വയസ്സാണെങ്കിൽ നാട്ടിലെ വെറും 8,028 രൂപ കൊണ്ട് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടാം. അതായത് 10 ലക്ഷം രൂപ ആ ഒരാൾക്ക് ആ ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ വരെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എക്സ്പെൻസ് വന്നാലും ഈ ഒരു വർഷം 8,028 രൂപ മാത്രം ചെലവാക്കിക്കൊണ്ട് ആൾക്ക് 10 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അപ്പോൾ ഈ 8,028 രൂപ ഒരു വർഷത്തിലാണ് നമ്മൾ ചെലവാക്കുന്നത്. നമ്മൾ മന്ത്ലി ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 700 രൂപ 650 രൂപ 700 രൂപ എന്നുള്ള രീതിയിലാണ് ഒരു മാസത്തേക്ക് നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ്. അപ്പോൾ അതൊന്നും ഒരു അത്ര വലിയൊരു മെഡിക്കൽ എക്സ്പെൻസിനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 8,028 രൂപ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ഒരു ചെറിയ എമൗണ്ട് ആണ്. 10 ലക്ഷം രൂപ വരെ ആ ആൾക്ക് അതിൽ കവറേജ് കിട്ടുകയും ചെയ്യും. ഇനി ആ ഒരു ആള് തന്നെ ഒരു കല്യാണം കഴിച്ചു, ഒരു വൈഫ് കൂടി ഉണ്ട്, വൈഫും കൂടി ഉള്ള ഒരാളാണെന്നുണ്ട് വെച്ചാൽ ഒരു 5,000 രൂപ കൂടിയും എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെന്നുണ്ട് വെച്ചാൽ രണ്ടുപേർക്കും കൂടിയിട്ട് 10 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അതായത് ഹസ്ബൻഡും വൈഫിനും 35 വയസ്സിന് താഴെയാണ് വയസ്സ് ഉള്ളതെന്നുണ്ട് വെച്ചെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ ഏകദേശം ഒരു 14,000 രൂപ, നാട്ടിലെ 14,000 രൂപയാണ് ഏകദേശം ചെലവ് വരുന്നത്. അതന്നെ ഒരു ഹസ്ബൻഡ് വൈഫ് ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു 17,000 രൂപയ്ക്ക് ഈ ഫാമിലിക്ക് എൻ്റയർ ഫാമിലിക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഒരു വർഷത്തേക്ക് ഈ 3 പേർക്കും കൂടിയിട്ട് വരുന്ന എമൗണ്ട് ആണ് 17,071 എന്ന് പറയുന്നത് കേട്ടോ. 10 ലക്ഷം രൂപയുടെ കവറേജ് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഒരു 2 കുട്ടികളൊക്കെ ഉള്ളൊരു കേസ് പറയുകയാണെന്നുണ്ട് ഞാൻ ഏജ് ഒരു 45 വയസ്സ് വരെ ഉള്ള ഒരാൾ, ഇപ്പോൾ 45 വയസ്സുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ ഇൻ കേസ് ഞാനൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്കും കൂടി കയറി ഒരു 45 വയസ്സ് വരെ ഉള്ള ഒരാൾ വരെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ട് വെച്ചാൽ, അതായത് ഹസ്ബൻഡ് വൈഫ് 45 ബാക്കിയുള്ളവരുടെ വൈഫൊക്കെ അതിനേക്കാളും കുറവാണ് എന്നുണ്ട് വെച്ചെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അടക്കം നമുക്ക് വരുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളടക്കം 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു വർഷത്തേക്ക് വരുന്ന ചെലവ് എന്ന് പറയുന്നത് 22,000 രൂപകളാണ്. അതായത് ഒരു പെർ പേഴ്സൺ ഇൻഡിവിജ്വലി നമുക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു 6,000 രൂപയുടെ താഴെയാണ് ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെലവാക്കേണ്ടി വരുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാൾക്ക് ഒരു വർഷം നമ്മൾ ഒരു 6,000 രൂപയോളം ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ട് വെച്ചെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ളൊരു ബെനിഫിറ്റാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത്.
ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളതിൽ ഒരു 50% പേരെങ്കിലും ചിലപ്പോൾ നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരുണ്ടാവാം. അപ്പോൾ അവരുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇല്ലാത്ത ആളുകൾക്കുള്ള കേസാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത്, നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണം എന്നുള്ളത്. ഇനി ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇനി അവർ ചിന്തിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പര്യാപ്തമാണോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി നമ്മൾ ചിലപ്പോൾ കുറേ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഷുറൻസ് ആയിരിക്കും. ചിലർ 2 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെ ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ നാട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ആ ഒരു എമൗണ്ട് മതിയാവോ, നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് മതിയാവോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്താ തോന്നണേ? നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അതിൽ ഉണ്ടാവുമായിരിക്കും, എന്തായാലും ആരെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കുണ്ട് നാട്ടിലെ മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ. പക്ഷെ ഞാൻ എടുത്ത ടൈമിൽ അത് ഞാൻ വളരെ ലോ കവറേജിൽ എടുത്തത്. 5 ലാഖിനായിട്ടാണ് ഫുൾ ഫാമിലിക്ക് എടുത്തത്. ഓക്കെ. അത് പോരാ എന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഒരു മിനിമം അത് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ. ഒരു 10 ലാഖിലേക്ക് വേണം തോന്നുന്നു. അല്ലെങ്കിൽ ഒരു എക്സ്പെൻസസ് ഒക്കെ ഇപ്പൊ കൂടി വരില്ലേ. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നാട്ടിലെ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, ന്യൂസിൽ കാണുന്നുണ്ടാവുമായിരിക്കാം. അപ്പൊ നഴ്സുമാരുടെ ഒക്കെ മിനിമം സാലറി 40,000 മാറ്റണം എന്നാണ് ഇപ്പോൾ സമരം സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർഷ്യലി അത് മിക്കവാറും ഈ ഇലക്ഷന് മുന്നേ അത് അപ്രൂവ് ആവുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഹോസ്പിറ്റലുകാർക്ക് അത് എക്സ്പെൻസ് കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ എക്സ്പെൻസുകളും അതിനോടനുബന്ധിച്ച് തന്നെ കൂടും. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പല അമേരിക്കൻ കമ്പനികളും കേരളത്തിലെ മേജറായിട്ടുള്ള പല ഹോസ്പിറ്റലുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ന്യൂസ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഷാരിഖ് സംസൂദിയും പോലുള്ള ആളുകളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഓൾറെഡി ന്യൂസിലും അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിംസ്, പിന്നെ അതുപോലെ എറണാകുളത്തുള്ള പല മേജർ ഹോസ്പിറ്റലുകളിലും അമേരിക്കൻ കമ്പനികൾ ഒരു മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് അത്തരം കമ്പനികളുടെ ഒരു അണ്ടറിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആ മേഖലയിൽ ഒരു ട്രീറ്റ്മെന്റിനെല്ലാം എക്സ്പെൻസ് കൂടുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന, ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എടുത്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഭാവിയിൽ എന്തായാലും അതിനേക്കാളും ഉയർന്നൊരു നിലയിലേക്ക് പോകാൻ നല്ലൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ടിനൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ അല്ലാതെ തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നാട്ടിൽ അത്യാവശ്യത്തിന് ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഉണ്ട്. ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് തോന്നുമെങ്കിലും നാട്ടിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവുന്ന ഒരാൾക്ക് ഈ അവിടുത്തെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മിനിമം ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയുടെയെങ്കിലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുത്ത് വെക്കുന്നതാണ് നമുക്ക് നമ്മളുടെ ഒരു ഫാമിലിക്കും ഒരു ചെറിയൊരു സേഫർ സൈഡ് എന്നെങ്കിലും പറയുന്നത്. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും മിനിമം ഒരു 10 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് നമുക്ക് ഒരു സേഫർ സൈഡ്, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വേറെ മിനിമം സൈഡ് എന്ന് പറയുന്നത് ഒരു മിനിമം 10 ലക്ഷം രൂപ. ഇനി ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസി ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ക്ലെയിം വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഈ 5 ലക്ഷത്തിന്റെ പോളിസി ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ കൂടി ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി അത് അപ്ഗ്രേഡ് ചെയ്യാൻ സമ്മതിക്കണമെന്നില്ല. ഓൾറെഡി ഒരു ക്ലെയിം വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ റിന്യൂവലിന്റെ ടൈമിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സമ്മതിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമുക്ക് ഒരു ടോപ്പ് അപ്പ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു അഡീഷണൽ പോളിസിയാണ്, വേറെ ഒരു പോളിസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു ബേസ് പോളിസി ഉണ്ടെന്നുണ്ട് വെക്കാം. ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ബേസ് പോളിസി ഉള്ള ആൾക്ക് ആ ഒരു 5 ലക്ഷം ഡിഫൈൻ ലിമിറ്റ് ആയിട്ട് വെച്ചിട്ട് അതിന് മുകളിലേക്ക് വരുന്ന എമൗണ്ട് എക്സ്പെൻസ് വരികയാണെന്നുണ്ട് വെച്ചെങ്കിൽ ആ സമയത്ത് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോളിസി, അതാണ് ഈ ടോപ്പ് അപ്പ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യത്തെ 5 ലക്ഷം രൂപ വരെ, ഇപ്പോൾ ഞാൻ ഒരു 5 ലക്ഷം നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളുടെ കേസാണ് കേട്ടോ പറയുന്നത്. 5 ലക്ഷം നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെന്നുണ്ട് വെച്ചാൽ ആദ്യത്തെ ഒരു 5 ലക്ഷം രൂപ വരെ
അയാൾക്ക് ആ ആദ്യത്തെ അയാളുടെ ബേസിക് പോളിസിയിൽ നിന്ന് കവറായി പോകും. ഇൻ കേസ് അയാൾക്കൊരു 25 ലക്ഷം രൂപയൊക്കെ എക്സ്പെൻസ് വരുന്നൊരു കേസാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ടോപ്പ് പോളിസിയുടെ എഫക്റ്റ് വരുന്നത്. അതായത് ആദ്യത്തെ 5 ലക്ഷം രൂപ ഫസ്റ്റ് പോളിസിയിൽ നിന്ന് പോയി. ഈ ഡിഫൈൻ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസിക് പോളിസി ഉണ്ട് വെച്ചെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഡിഫൈൻ ലിമിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 5 ലക്ഷം രൂപ വരെ വരുമ്പോൾ നമുക്ക് ഈ ടോപ്പ് പോളിസിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 5 ലക്ഷം രൂപ വരെ ഉള്ളതിന് ടോപ്പ് പോളിസിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന എമൗണ്ടുകൾക്കാണ് നമുക്ക് ടോപ്പ് പോളിസി വഴി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കി എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ബേസിക് പോളിസി ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഒരു 1 crore ഒരു ടോപ്പ് പോളിസി ഞാൻ എടുത്തു വയ്ക്കാനാണ് സജസ്റ്റ് ചെയ്യാറ്. 1 crore ടോപ്പ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ അവർക്ക് എത്ര വലിയ എമൗണ്ട് വരികയാണെങ്കിലും, ഇപ്പോൾ 1 കോടി രൂപ വരെ എക്സ്പെൻസ് വരികയാണെങ്കിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടോപ്പ് പോളിസി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കമ്പാരിറ്റീവ്ലി ഈ ടോപ്പ് പോളിസിയുടെ പ്രീമിയം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പോളിസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അത് ഈ ടോപ്പ് പോളിസിനെ പറ്റിയിട്ട് പലരും സംസാരിച്ച് കാണാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ സമയത്ത് അതിനെ പറ്റിയും കൂടി പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടോപ്പ് പോളിസി നമ്മൾ ബേസിക് പോളിസിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 22,000 രൂപയൊക്കെ നമ്മൾ ഒരു വർഷം 10 ലക്ഷം രൂപയ്ക്ക് കവറേജിന് കൊടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ, ഒരു ടോപ്പ് പോളിസിക്ക് ഞാനൊരു ഉദാഹരണം പറയാണ് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണുന്നുണ്ടല്ലോ. ഓക്കെ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് ഒരു 2 അഡൾട്ടും 2 കുട്ടികളും, അതായത് ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ, 36 വയസ്സ് എന്ന് വിചാരിച്ചോളൂ. ആ ഒരു ഫാമിലി 1 കോടി രൂപയുടെ ഒരു ടോപ്പ് പോളിസി, ഒരു 10 lakh ബേസിക് പ്രീമിയം ഉള്ള ഒരാൾ ഒരു 1 കോടി രൂപയുടെ ടോപ്പ് പോളിസി എടുക്കുകയാണ്. 1 കോടി രൂപയുടെ ടോപ്പ് പോളിസി 10 lakh ഡിഫൈൻ ലിമിറ്റ് ആയിട്ട് വെച്ചിട്ട്, അതായത് എനിക്ക് ഓൾറെഡി 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉള്ള ആളാണ്. എനിക്ക് 10 ലക്ഷം രൂപ വരെ ഉള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ അതിൽ കവറായി പോകും. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള അങ്ങനെ മേജർ ആയിട്ടുള്ള ഇതുകൾ വന്നു, ആ സമയത്ത് ഇപ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ സ്പർശം ത്രൂ ഒക്കെ പല കേസുകളിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ എക്സ്പെൻസുകൾ 50 lakh, 40 lakh, ചില കേസുകളിൽ 60 lakh, അങ്ങനെയൊക്കെ വലിയ വലിയ എമൗണ്ടുകളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ്ങിനൊന്നും നിൽക്കാണ്ട് തന്നെ നമുക്ക് കവറായി പോകണമെങ്കിൽ ഈ ടോപ്പ് പോളിസി യൂസ് ചെയ്യാം. അതിന്റെ ഒരു എമൗണ്ട് വരുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 കോടി രൂപയുടെ കവറേജ് 10 lakh ഡിഫൈൻ ലിമിറ്റ് ഇട്ട് വെക്കുന്നതിന് നമുക്ക് കിട്ടുന്നത് 7,895 രൂപ. അതായത് 8,000 രൂപയുടെ താഴെയാണ് നമുക്ക് ആകെ ചെലവ് വരുന്നുള്ളൂ നാട്ടിലേട്ടോ. ഇതൊരു പക്ഷേ പലരും പറഞ്ഞു കാണില്ല, ഇങ്ങനെ ഒരു പോളിസി ഉള്ളതിനെ പറ്റിയിട്ട് പലർക്കും അറിയുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മൾ കറന്റിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെങ്കിൽ കൂടി അഡീഷണൽ ആയിട്ട് നമുക്കൊരു കവറേജ് എന്നുള്ള രീതിയിൽ ഒരു ടോപ്പ് പോളിസിനെ നമുക്ക് എടുക്കാം. ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ. എൻ്റെ ഫാമിലിക്ക് നമുക്കൊരു 1 കോടി രൂപയുടെ കവറേജ് ഉണ്ട്. ഈ 1 കോടി രൂപ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ അസുഖത്തിനായിട്ട് 1 കോടി രൂപ എന്നാവില്ല. അതിൽ കുറച്ച് ലിമിറ്റ്സ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ ഓരോ സ്പെസിഫൈഡ് ഡിസീസിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ മാക്സിമം 1 crore എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എമൗണ്ട് വലിയൊരു വ്യത്യാസമില്ല. ഇത് തന്നെ ഇപ്പോൾ 50 lakh എടുക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു 6,000 രൂപ എമൗണ്ട് വരും. ഒരു 1,000 രൂപ കൂടി എക്സ്ട്രാ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7,000 രൂപയ്ക്ക് 1 കോടി രൂപയുടെ കവറേജ് കിട്ടും. അതുകൊണ്ട് തന്നെ ആ 1 കോടിയിൽ ഓരോ സ്പെസിഫൈഡ് ഡിസീസിനും ലിമിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലിമിറ്റുകളൊക്കെ ഇപ്പോൾ 1 കോടി രൂപയിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു 25 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ എന്നൊക്കെ ഓരോ ലിമിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലിമിറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 crore കവറേജ് ടോപ്പ് പോളിസി ആയിട്ട് എടുത്തു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓൾറെഡി ഒരു ടോപ്പ് പോളിസിക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? ടോപ്പ് പോളിസിക്കും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോ നമ്മള് 2 കേസുകൾ പറഞ്ഞു. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്കുള്ള കേസും പറഞ്ഞു, ഓൾറെഡി ഉള്ള ഒരാൾക്ക് അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും കൂടി നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇവിടെയൊക്കെ ഉള്ളൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അതിന്റെ മെച്ചം കിട്ടുന്നത്? നമ്മൾ ആ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആണ് നമുക്ക് ആകെ ചെലവായി പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാത്രമേ ഇവിടെ നമുക്ക് കവറായി പോകുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോകുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു മേജർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമായിട്ടും ചിലപ്പോൾ പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആവുന്നതിന് ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഫുള്ളായിട്ട് റിക്കവറി ആവുക, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഫുള്ളായിട്ട് റിക്കവറി ആവുക. ആ സമയത്ത് നമ്മളാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു ഏണിംഗ് മെമ്പർ എന്നുണ്ട് വെച്ചെങ്കിൽ ആ സമയത്ത് ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ, അതായത് ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാത്രമായിരിക്കും സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് കവർ ആവുള്ളൂ. അതല്ലാതെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് അല്ലാണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ, ഇല്ല, ആരും ഇതിനെ ചിന്തിച്ചിട്ടില്ല. ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോ അതെ, പ്രതീക്ഷ ഒരു കാര്യം കൂടി, ഇതില് ഈ കോൾ എൻസ് ഇൻ 30 minutes കാണിക്കുന്നുണ്ട് കേട്ടോ. അതെയോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര 30 മിനിറ്റ്സോ? 13. ആ, ഓക്കെ. നമുക്കപ്പോ ഇൻ കേസ് ഇത് ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ സെയിം ലിങ്കിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ കേട്ടോ, ആ സമയത്ത് സെയിം ലിങ്ക് തന്നെ ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്താൽ മതി ഇൻ കേസ് ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മള് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി, പല കമ്പനികളും നമുക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, പല കമ്പനികളും ഫാമിലിക്കും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ഓക്കെ. അതായത് കുട്ടിക്കും ഭാര്യയ്ക്കും. ആ, അതുകൊണ്ട് നമുക്ക് അതിന്റെ ഫിഗർ അറിയില്ല. ഓക്കെ. നമ്മുടെ ഇൻഷുറൻസ് ഒരു വർഷം എത്രയാണ് നമ്മുടെ കമ്പനി അടയ്ക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല, കാരണം നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കൂട്ടത്തിൽ. അതെ. അതുപോലെ തന്നെ ചില കമ്പനികൾ ഫാമിലി ഇൻഷുറൻസിന് കൊടുക്കുന്നുണ്ട്, ആ, അതിന്റെ ഫിഗറും നമുക്കറിയില്ല. അതെ. അതില്ലാത്തൊരു ആളാണ് ഇപ്പൊ സപ്പോസ് ഫാമിലി ഇവിടെ ഉണ്ട്, ഭാര്യയ്ക്കും മകനും ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവര് ഫിഗറിനെ പറ്റി അറിയുന്നത്. ഞാനൊരു വട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരു മെറ്റേണിറ്റി കവറേജ് ഉള്ളൊരു വൈഫിന് മെറ്റേണിറ്റി കവറേജ് ഉള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് UAE ഓൾമോസ്റ്റ് 6,000 to 9,000 ദറംസ് വരുന്നുണ്ട്. ആഹാ. ദറംസ് ആണ് വരുന്നത്. അതെ, അതെ. പക്ഷെ അതിന്റെ 10% പോലും എനിക്ക് തോന്നണില്ല നാട്ടിലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വരുന്നുണ്ട്. ഓക്കെ. നമ്മള് ദറംസിൽ നിന്ന് UPക്ക് ഗുണിച്ച് വെക്കുമ്പോ ആ, അത്ര പോലും വരുന്നില്ല. അപ്പൊ അതും കൂടി ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ശരിക്കും അത്രയും കുറവാണ് ഇപ്പോ നാട്ടിൽ ഹെൽത്ത് വരുന്ന ഇൻഷുറൻസ് എക്സ്പെൻസ്. എക്സ്പെൻസ്. എന്നാലും ഈ ഫിഗർ കാണുമ്പോ അയ്യോ ഇത്ര ഉണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ 10% നമ്മൾ ഇവിടെ കൊടുക്കും, ഐ മീൻ നമ്മുടെ കമ്പനി ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക്. അതെ, അതെ. അത് നമ്മൾ കമ്പനി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതെ, അതെ. അതുകൊണ്ടാണ് നമുക്കത് അറിയാത്തത്. ഓക്കെ. അപ്പോ ഞാനിപ്പോ ഓൾറെഡി 2 കേസുകൾ സംസാരിച്ചു. ഇത് 3ാമത്തെ കേസാണ്. അതായത് നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും വരികയാണെന്നുണ്ട് വെച്ചാൽ ആ സമയത്ത് ആരായിരിക്കും നമ്മളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കവറായി പോകും. ഇൻ കേസ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാത്രം കവറായി പോയാൽ മതിയോ? നമുക്ക് എന്തെങ്കിലും ഇത് വരികയാണെന്നുണ്ട് വെച്ചാൽ നമുക്ക് പിന്നെ തുടർന്നും ജീവിക്കണ്ടേ? നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു 1-2 വർഷം വർക്കിൽ നിന്ന് കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? അതിനുള്ള ഇതിനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. 1-2 പേരെങ്കിലും ചിലപ്പോൾ മിനിമം ചെയ്തു വെക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഗുഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടിയും മുന്നോട്ട് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു നെഗറ്റീവ് സെനാരിയോ വരികയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതിന്റെ ഒരു ഇതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിപ്പോ ചിലപ്പോൾ ഒരു 90% ആൾക്കാർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊന്നും വന്നോളണമെന്നില്ല. പക്ഷെ ഇൻ കേസ് നമ്മൾ ആ ബാലൻസ് ഉള്ള 10% നമ്മൾ പെടുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഓപ്ഷൻ കൂടി പറയുന്നത്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് നമ്മൾ എന്തെങ്കിലും വരികയാണെന്നുണ്ട് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെന്റ് ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് നിന്ന് കവറായി പോയി. ബാക്കി ഇനി ഇപ്പോൾ ഡോക്ടർ പറയാണ് ഇനി ഒരു 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് റെസ്റ്റ് എടുക്കണം, അതിനുശേഷമൊക്കെ ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കിനി തുടർച്ചയായിട്ടുള്ള ഒരു 6 മാസത്തേക്ക് നമുക്ക് പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് ഇൻകം ഒന്നും വരുന്നുണ്ടാവില്ല. ഇവിടെയാണെന്നുണ്ട് വെച്ചെങ്കിൽ തന്നെ നമുക്ക് ഒരു 2 മാസത്തിൽ കൂടുതൽ നമ്മൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് ലീവ് എടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ
ഒരു 25 ലക്ഷം രൂപയുടെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വരുമ്പോൾ നമുക്ക് ആ ഒരു അസുഖം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫൈഡ് സർജനെ കൊണ്ട് നമ്മൾ ഒരു ഡോക്യുമെന്റ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 25 ലക്ഷം രൂപ കിട്ടുന്നത് നമുക്കാണ്. അതായത് സാധാരണഗതിയിൽ ഹെൽത്ത് എക്സ്പെൻസ് വരുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ നമുക്ക് കവറേജ് ഒരു ക്യാഷ്ലെസ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലായിരിക്കും നമ്മളുടെ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇത്തരം ക്രിട്ടിക്കൽ ഇൽനെസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ 25 ലക്ഷം രൂപ നമ്മളുടെ കയ്യിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഇനി 1 വർഷമോ 2 വർഷമോ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി ആ സമയത്ത് നമുക്ക് 25 ലക്ഷം രൂപ കൊണ്ട് ഒരു 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ 25 ലാഖ് കൊണ്ട് വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൽ ഉള്ളൊരു പോളിസിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അതിൽ ഉള്ള ഒരു 32 ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള ഒരു പോളിസി ഉണ്ട്. അപ്പൊ അതില് 4 കാറ്റഗറിയിലാണ് അവർ തിരിച്ചിരിക്കുന്നത്. ക്യാൻസർ റിലേറ്റഡ്, ഹാർട്ട് റിലേറ്റഡ്, ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം റിലേറ്റഡ്, അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന ഒരു 4 കാറ്റഗറി. ഈ 4 കാറ്റഗറിയിലും നമുക്ക് 25 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടാവും. അതായത് ഇത് 4 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഞാൻ അതിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇൻ കേസ് സ്പെസിഫിക് ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ട് വെച്ചാൽ ഞാനത് അയച്ചുതരാം. അതല്ല എന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ ജസ്റ്റ് റഫായിട്ട് പറയാണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ ആ അസുഖം നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കൂടി വെച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ട് വെച്ചാൽ 25 ലക്ഷം രൂപ നമുക്ക് കിട്ടും. പിന്നീട് ആ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിന് നമുക്ക് സെക്കൻഡ് ടൈം കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോളിസി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊരു സെക്കൻഡ് ടൈം എന്നുള്ള രീതിയിലും നമുക്ക് ഈ പോളിസി വെച്ചിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ 4 കാറ്റഗറിയിലായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 1 കോടി രൂപ വരെ ഒരു കവറേജ് ഉള്ളൊരു പോളിസിയാണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. അപ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയുടെ പ്രീമിയം ഭയങ്കര കൂടുതലാവില്ലേ എന്നുള്ളതായിരിക്കും. പക്ഷെ അതും അത്ര വലിയ പ്രീമിയം ഒന്നുമില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ട് വെച്ചെങ്കിൽ ആൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 25 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നതിന് 35 വയസ്സുള്ള ഒരാൾക്ക് വരുന്ന ഒരു വർഷത്തെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 5700 രൂപ മാത്രമാണ്. അതായത് ഒരു വർഷം 5700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ക്രിട്ടിക്കൽ ഇൽനെസിന്റെ കവറേജ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും ചുരുങ്ങിയ എമൗണ്ടിന് നമുക്ക് 25 ലക്ഷം രൂപയുടെ കവറേജ് ആണ് കിട്ടുന്നത്. അത് 4 കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കോടി രൂപ വരെയുള്ള കവറേജ് ആണ് ആക്ച്വലി അത് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇതുവരെ അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി ഇതിന് നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് മെയിനായിട്ട് ഇത് ഇഷ്യൂ ആവാറുള്ളൂ. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പോളിസി ഇഷ്യൂ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയാനുള്ളൊരു കേസാണ് നമ്മളൊരു ആക്സിഡന്റൽ ഡെത്ത് കവറേജിനെ പറ്റിയിട്ട്. അതും ഈ പറയുന്ന പോലെ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ തന്നെ നമുക്കൊരു ഫാമിലിക്ക് വലിയൊരു കവറേജ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇത് എപ്പോഴാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകട മരണം എന്നുള്ള ഒരു കേസിലൊക്കെ എന്തെങ്കിലും ഒരു സെനാരിയോ വരികയാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ കവറേജ് കിട്ടുക. കമ്പാരിറ്റീവ്ലി പ്രീമിയം എമൗണ്ടും വളരെ കുറവാണ്. അതായത് ഒരു 25 ലക്ഷം രൂപയുടെ കവറേജ് എൻ്റയർ ഫാമിലിക്ക് ഒരു വർഷത്തേക്ക് വരുന്ന ചെലവ് 1875, അതായത് 2000 രൂപയുടെ താഴെയാണ് ആകെ ചെലവ് വരുന്നുള്ളൂ. 25 ലക്ഷം രൂപയുടെ ഫാമിലി കവറേജ് ആക്സിഡന്റൽ ഡെത്ത് കവറേജ് കിട്ടും. അതിൽ ചൈൽഡിന്റെ കേസിൽ 25% ആണ് കിട്ടുക, അഡൽട്ടിനാണ് 100% കവറേജ് കിട്ടുക. ഇതാണ് നമ്മളിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഉള്ള ഒരാൾക്ക് ഇത് രണ്ടും ഉള്ള ഒരാൾ ക്രിട്ടിക്കൽ ഇൽനെസ് വരുമ്പോൾ എങ്ങനെ ഇൻ കേസ് 4ാമത്തെ ഒരു കേസ് എന്തെങ്കിലും അപകട മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോമിനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് ഇത് ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത്. ഇനി ഇതേപോലെ തന്നെ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അറിയുമ്പോൾ അറിയേണ്ട കുറച്ച് ബേസിക് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇവിടുത്തെ പോലെയല്ല, നമുക്ക് നാട്ടിൽ കുറച്ചുകൂടി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇത് പറയുന്നത് കേട്ടോ.
അതായത് സാധാരണഗതിയിൽ ഒരു പോളിസി എടുത്ത് 30 ദിവസത്തേക്ക് നാട്ടിൽ കവറേജ് ഒന്നും കിട്ടില്ല. എന്ത് അസുഖങ്ങൾ വന്നാലും ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസിന് കവറേജ് സ്റ്റാർട്ട് ആവുക. അപ്പം 30 ദിവസം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ത് അസുഖങ്ങൾ വരികയാണെന്ന് വെച്ചെങ്കിലും. ഇനി അപകടങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ പോളിസി എടുത്തു, നെക്സ്റ്റ് ഡേ ഒരു ആക്സിഡന്റ് ആയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് പോളിസിക്ക് ആക്റ്റീവ് ആയിരിക്കും. അപകടത്തിന് നമുക്ക് കവറേജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ പോളിസി കവറേജ് ഉണ്ടായിരിക്കും. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ മാക്സിമം അത് ഡിക്ലെയർ ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളത് ഡിക്ലെയർ ചെയ്യാണ്ടാണ് എടുക്കുന്നത് എന്ന് വെച്ചെങ്കിൽ ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററി എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഡോക്ടറുടെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമ്മൾ പോളിസി എടുത്ത സമയത്ത് അതൊന്നും ഡിക്ലെയർ ചെയ്യാത്തതാണെന്നുണ്ട് വെച്ചാൽ ഒരുപക്ഷെ പോളിസി ക്യാൻസൽ ആവുന്നതിനോ അതിൻ്റെ ഒപ്പം തന്നെ ക്ലെയിം റിജക്റ്റ് ആവുന്നതിനും അത് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഏതൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും മാക്സിമം ആ പോളിസിയിൽ നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും നമുക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം തന്നെ എടുക്കാൻ നോക്കുക. ബാക്കി ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് സ്പെസിഫൈഡ് ഡിസീസുകൾ തന്നെ ഒരു 2 വർഷത്തേക്കായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ സ്പെസിഫൈഡ് ഡിസീസുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു അസുഖങ്ങൾ വന്നിട്ടാണെന്നുണ്ട് വെച്ചാൽ ആദ്യത്തെ ഇപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി ആദ്യത്തെ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിന് കവറേജ് കിട്ടുക. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ അസുഖങ്ങളുടെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഹെർണിയ, ഫിസ്റ്റുല, പൈൽസ്, ഹൈഡ്രോസിൽ, പിത്താശയ കല്ലുകൾ, വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യൽ, സൈനസൈറ്റിസ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സംബന്ധമായ അസുഖങ്ങൾ, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മുട്ട് മാറ്റിവെക്കൽ, ഡിസ്ക് മാറ്റിവെക്കൽ, വെരിക്കോസ് വെയിന്, അൾസർ, സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ടോൺസിലിറ്റിസ്, ലിഗ്മെന്റ് തകരാറുകൾ, ശരീരത്തിന്റെ വിവിധ ഭാഗത്തിൽ വരുന്ന മുഴകൾ, പിന്നെ ജന്മനാലുള്ള വൈകല്യങ്ങൾ, ഒരു മൂക്കിലെ ദശ, കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ENT സംബന്ധമായ അസുഖങ്ങൾ, എല്ല് സംബന്ധമായ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു 20ഓളം അസുഖങ്ങൾ തന്നെയാണ് ആദ്യത്തെ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ IRDAയുടെ ഇത് പ്രകാരം സ്പെസിഫൈഡ് ഡിസീസ് ആയിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അസുഖങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാലാണ് നമുക്ക് സാധാരണഗതിയിൽ കവറേജ് കിട്ടാറുള്ളത്. 2 വർഷം കഴിയുന്നതിന് മുന്നേ ഈ അസുഖങ്ങൾ ഏതെങ്കിലും ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി ഒരുപക്ഷെ ക്ലെയിം ലഭിക്കില്ല. ബാക്കി എല്ലാ അസുഖങ്ങളും 31ാമത്തെ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞത് 30 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ്. 31ാമത്തെ ദിവസം തൊട്ട് തന്നെ നമുക്ക് കവറേജ് കിട്ടും. ഇനി നാട്ടിലെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 24 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷനുള്ള കേസുകൾക്കാണ് സാധാരണഗതിയിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അല്ലാത്ത കേസുകളിലും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസുകളുണ്ട്, സെനാരിയോസ് ഉണ്ട്. അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസുഖങ്ങളാണെന്നുണ്ട് വെച്ചെങ്കിൽ 24 മണിക്കൂർ കിടത്തി ചികിത്സ ഇല്ലാണ്ട് തന്നെ നമുക്ക് കവറേജ് കിട്ടും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചിലരുടെയൊക്കെ പാരൻസിന് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, കാറ്ററാക്ട് സർജറി ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അത് നമ്മൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് പോയി സർജറി ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അത്തരമുള്ള അസുഖങ്ങൾ തന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് നാട്ടിലെ ഹെൽത്ത് ഇൻഷുറൻസിൽ കുറച്ച് ഇവിടുത്തെ ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഒരു ആദ്യത്തെ ഒരു 24 മണിക്കൂറെങ്കിലും നമ്മൾ കിടത്തി ചികിത്സ ആവശ്യമുള്ള കേസുകൾക്കാണ് നമുക്ക് കവറേജ് കിട്ടുക. അപ്പോൾ ആ കേസുകളിൽ നമ്മളൊരു എന്തൊക്കെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ക്ലെയിം വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ക്യാഷ്ലെസ് നെറ്റ്വർക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ ഒരു ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കുകാർ നമ്മളുടെ പോളിസി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ തന്നെ നമ്മളുടെ ക്ലെയിമുകളും കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു തരും. ഇൻ കേസ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത് ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലല്ല, അതല്ലാന്നുണ്ട് വെച്ചാൽ ക്യാഷ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലല്ല എന്നുണ്ട് വെച്ചാൽ നമുക്ക് അവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്നതിന്
ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യണം. ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ കേസ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അവർക്ക് ടോൾ ഫ്രീ നമ്പറുണ്ട്. അവിടെ വിളിച്ചിട്ട് നമ്മൾ കസ്റ്റമർ കെയറിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോളിസി ഡീറ്റെയിൽസ് അവർക്കായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പർ വെച്ചിട്ട് നമ്മളൊരു ക്ലെയിം ഫോം ഉണ്ട്. ആ ക്ലെയിം ഫോം ഹോസ്പിറ്റലിൽ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ളതുണ്ട്, വേറൊരു സെക്ഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ സെക്ഷനിൽ തന്നെ ക്ലിയർ ചെയ്ത് വാങ്ങിയതിന് ശേഷം ബാക്കി നമുക്ക് ചിലവായിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, ഒരു പാർട്ടും കൂടി ഉണ്ട്. ആ പാർട്ടും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ നമ്മളുടെ ഒറിജിനൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡുകളും കാര്യങ്ങളെല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആ എമൗണ്ട് വരിക. ഹോസ്പിറ്റലിൽ വരുന്ന എക്സ്പെൻസ് നമ്മൾ ആദ്യം പേ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ റീഇംബേഴ്സ് ചെയ്യുകയായിരിക്കും ചെയ്യേണ്ടത്. ആ റീഇംബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാരണവശാൽ അഡ്മിറ്റ് ആവാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിൻ്റെ ഏറ്റവും ഉപകാരം വരുന്നത് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ബില്ലടയ്ക്കാൻ നടക്കുന്നു, നമ്മൾ ഓൾറെഡി മെൻ്റലി അത്ര ഇതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ട് വെച്ചാലും ആകെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാഷ് അറേഞ്ച് ചെയ്യേണ്ടി വരും, മരുന്ന് വാങ്ങിക്കാൻ പോകേണ്ടി വരും, അതിൻ്റെ പേയ്മെൻറ്റ് ഫാർമസി പോയിട്ട് അടയ്ക്കേണ്ടി വരും. ഇത്തരം ഇതുകളിൽ നിന്നൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ടൊരു ക്യാഷ്ലെസ് ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും. നമ്മൾ മരുന്നിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും നമ്മൾ ആ സമയത്ത് കിടന്ന് നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ മെൻ്റൽ പീസ് എന്നുള്ളൊരു ഇത് നമുക്ക് ഒരു ഹോസ്പിറ്റലിലുള്ള സമയത്ത് അനുഭവിക്കാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുന്നതാണോ എന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്ത് മാക്സിമം ആ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുക. അപ്പോൾ നമ്മൾക്ക് ചിലവില്ലാതെ തന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ കവർ ആവുന്ന കാര്യങ്ങളും കവർ ആവാത്ത പല കാര്യങ്ങളും ഉണ്ട്. സാധാരണ ഇതിൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സ്ക്രീൻ നോക്കി ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഡോക്ടറുടെ ഫീ, നഴ്സിംഗ് ചാർജ്, റൂം റെൻറ്റ്, ICU, CCU ചാർജ്, മെഡിസിൻസ്, സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ചാർജുകൾ, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട് വെച്ചാൽ അവരുടെ ചാർജുകൾ, ആംബുലൻസിൻ്റെ ചാർജ്, ബ്ലഡ്, ഓക്സിജൻ, അനസ്തേഷ്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ഡിസ്പോസിബിൾ ഐറ്റംസ് ഒക്കെ ചില കേസുകളിലൊന്നും കവർ ആവാറില്ല. പ്ലാസ്റ്റിക് ഐറ്റംസ്, ഫുഡ്, രജിസ്ട്രേഷൻ ഫീ, പിന്നെ ക്രോസ് മാച്ചിങ്ങിൻ്റെ ചാർജ്, ഇനി നമ്മൾ പോകുന്നൊരു ലക്ഷറി ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷറി ടാക്സസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതുണ്ടാവും. ഗ്ലൂക്കോസ് ബോട്ടിലിൻ്റെ ചാർജ്, ഇതൊക്കെ കൺസ്യൂമബിൾസ് ആണ്. ഈ കൺസ്യൂമബിൾസ് കവേർഡ് ഉള്ള പോളിസികളുണ്ട്, കവേർഡ് ഇല്ലാത്ത പോളിസികളുണ്ട്. എത്രയൊക്കെ കവേർഡ് ആണെന്ന് പറഞ്ഞാലും ചില കേസുകളൊന്നും അതിൽ കവേർഡ് ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ. അപ്പോൾ അതിലും കൂടുതലൊക്കെ ഹോസ്പിറ്റലുകാർ എഴുതി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് അവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കൺസ്യൂമർ കവറുള്ള പോളിസികളാണെങ്കിൽ കൂടി കുറച്ചൊക്കെ അതിൽ കവർ ആവാത്തൊക്കെ വരും. പിന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അറിയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൽക്കഹോൾ, ഇപ്പോൾ നമുക്കൊരു അപകടം പറ്റി, നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടാണ് അപകടം പറ്റിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കവറേജ് കിട്ടില്ല. പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിലൊന്നും ഹെൽത്ത് ഇൻഷുറൻസിന് കവറേജ് ഉണ്ടാവില്ല. പിന്നെ ഓൾറെഡി ഇപ്പോൾ അൽഷിമേഴ്സ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ മെൻ്റൽ ഡിസീസ് അങ്ങനത്തെ കേസുകളൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നാട്ടിലെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് ഐഡിയ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഓൾറെഡി അറിയുന്നുണ്ടാവുമായിരിക്കും. ഇൻ കേസ് അറിയാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അറിവിലേക്കും കൂടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള പോർഷനൊക്കെ ഒരു ഇതൊക്കെ കവർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടേം ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്.
ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഡൗട്ടുകൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെക്ഷനിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോവാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ഇതിലേക്ക് ടൈം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ടേം ഇൻഷുറൻസ് ഒരുവിധം ഇപ്പോഴത്തെ യങ് ജനറേഷൻ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും. അതായത് ഒരു ടേം ഇൻഷുറൻസ് നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിനെ പറ്റി നമ്മളുടെ ഹെൽത്തിനെ പറ്റിയിട്ടായിരുന്നു. ടേം ഇൻഷുറൻസ് എപ്പോഴാണ് യൂസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന കേസുകളിലാണ് ടേം ഇൻഷുറൻസ്. ഇൻ കേസ് ഓഫ് ഡെത്തിന്റെ കേസിലാണ് ടേം ഇൻഷുറൻസ് എഫക്റ്റ് വരുന്നത്. അത് ലൈഫ് കവറേജ് ആണ് ശരിക്കും ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്ത ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈഫ് കവറേജ് ആണ് ശരിക്കും ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മരണോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നെങ്കിൽ നമ്മളുടെ നോമിനി ആരാണോ നമ്മളെ നോമിനി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ നോമിനിക്കായിരിക്കും ഈ ടേം ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടുക. ഇൻ കേസ് നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലായിരിക്കും നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വരുന്നത്. ഈ ടേം ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഈ ലൈഫ് ഇൻഷുറൻസ് LIC പോളിസികളൊക്കെ പലരും എടുത്തു വെച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കവറേജ് എന്ന് പറയുന്നത് ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഞാൻ ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുത്. അതും 10 ലക്ഷം രൂപയൊക്കെ നല്ലത് തന്നെയാണ്, ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ്. പക്ഷെ ആ എമൗണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം എന്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 2 വർഷത്തിന് മുകളിൽ യൂസ് ആവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് നമുക്ക് കവറേജ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ, ഇത്തരത്തിലുള്ള വലിയ വലിയ എമൗണ്ടുകളൊക്കെ നമുക്ക് ടേം ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് കവർ ചെയ്യാൻ പറ്റും. ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് വലിയൊരു, അതായത് നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെയാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്കൊരു മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ് ഒക്കെ ആയിരിക്കും. ഇതിന് തന്നെ വേറെ 2 തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് എടുക്കുകയും ചെയ്യാം. റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ള രീതിയിൽ എടുക്കാം, റിട്ടേൺ ഓഫ് പ്രീമിയം ഇല്ലാത്ത രീതിയിൽ എടുക്കാം. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ അടച്ച എമൗണ്ട് ഇൻ കേസ് നമുക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അതായത് നമ്മൾ എത്ര രൂപ അടച്ചു ആ എമൗണ്ട് നമുക്ക് ഒന്നും സംഭവിച്ചില്ല, ആ കാലയളവിൽ നമുക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇനി നോൺ റിട്ടേൺ ഓഫ് പ്രീമിയം, അതായത് നമ്മൾ അടച്ച എമൗണ്ട് കിട്ടാത്ത രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം എമൗണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷെ നമുക്ക് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഒന്നും തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഒരു നമ്മളിപ്പോൾ ഒരു 75 വയസ്സ് വരെയൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ പോളിസി കവറേജ് എടുക്കണമെന്ന് വെക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് 35 വയസ്സായിട്ടുള്ള ഒരാളാണ്, ഞാൻ 40 വർഷത്തെ ഒരു പോളിസിയാണ് എടുക്കുന്നത്. അതായത് 75 വയസ്സ് വരെ ആയിരിക്കും അതിന്റെ പോളിസി കവറേജ് വരിക. ഞാൻ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയായിട്ട് ആയിരിക്കും നോക്കിയാൽ ടോട്ടലി ഈ മൊത്തം കാലയളവിൽ അടയ്ക്കുന്ന എമൗണ്ട് ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയായിട്ട് ആയിരിക്കും വിചാരിക്കുക നമ്മൾ മൊത്തത്തിൽ അടയ്ക്കുന്നത്. ഈ 10 ലക്ഷം രൂപ നമുക്ക് 75 വയസ്സാവുന്ന സമയത്ത് അതിന് എത്രത്തോളം യൂസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഒരു പക്ഷെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പൊ നമുക്ക് കുറഞ്ഞ എമൗണ്ടിൽ കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ നോൺ റിട്ടേൺ ഓഫ് പ്രീമിയം ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നമുക്ക് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഞാൻ അടച്ച എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. 2 ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മാത്രം. പിന്നെ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിബിൾ ആണ്, കാരണം എത്ര വർഷത്തേക്ക് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് പ്രീമിയം അടയ്ക്കുന്ന എമൗണ്ട് എത്ര വർഷത്തേക്ക് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രീൻ ഷെയറിംഗ് ആണല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1 crore ആണോ 2 crore ആണോ എന്നുള്ളത് നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയോ, അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് അടച്ചു തീർക്കണോ, അതല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് അടച്ചു തീർക്കണോ, അതല്ല ഞാൻ എനിക്കൊരു 60 വയസ്സ് വരെ എല്ലാ മാസമായിട്ട് അടയ്ക്കുന്ന രീതിയിൽ ചെയ്യണോ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ
ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു വാർ സൈഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ടേം ഇൻഷുറൻസ്, ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു സേഫ്റ്റിക്ക് ഒരു ടേം ഇൻഷുറൻസ് എല്ലാവർക്കും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് റൈഡേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള റൈഡർ, ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇത് സംസാരിക്കുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസീനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്കിത് ടേം ഇൻഷുറൻസിൻ്റെ ഒപ്പം തന്നെ ഒരു റൈഡറായിട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീമിയത്തിൻ്റെ മുകളിൽ ചെറിയൊരു എമൗണ്ട് അഡീഷണൽ കവറേജ് വരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇൻ കേസ് ആ ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിട്ടുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൽ വേറൊരു റൈഡർ വരുമ്പോൾ വേവർ ഓഫ് പ്രീമിയം, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി പ്രീമിയം നമുക്ക് വേവ് ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആക്സിഡന്റ് കവറേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും അപകട മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട്, അതായത് നമ്മളൊരു ടേം ഇൻഷുറൻസ് ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെയാണ് എടുത്തേക്കണത്, ഞാൻ ഒരു 10 ലക്ഷത്തിൻ്റെ അഡീഷണൽ ആക്സിഡന്റ് കവറും കൂടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു അപകടത്തിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷം ടേം ഇൻഷുറൻസിൻ്റെയും കിട്ടും. പ്ലസ് അഡീഷണൽ ആയിട്ട് 50 ലക്ഷം നമ്മുടെ ആക്സിഡന്റൽ കവറേജിൻ്റെ ഇതും കൂടി ആഡ് ആയിട്ട് വരും. അപ്പം മൊത്തം അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് റൈഡർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പോൾ കറന്റ് നമുക്ക് സാലറീഡ് പേഴ്സണിന് നമുക്കൊരു 15%, അതായത് ഉള്ള പ്രീമിയത്തിന്റെ മുകളിൽ ഫസ്റ്റ് ഇയർ 15% ഡിസ്കൗണ്ടും കൂടി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി, അതായത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷനാണ്. കിട്ടുന്ന എമൗണ്ട്, അതായത് നമ്മളൊരു ഇൻഷുറൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ തന്നെ 15% നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കറന്റ് അവൈലബിൾ ആണ്. സാലറീഡ് പേഴ്സൺസിനാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു 25 കോടിയുടെ ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കാം നാട്ടിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 25 കോടി നമുക്ക് കിട്ടില്ലല്ലോ. അതായത് 25 കോടി ലോട്ടറി അടിച്ചാലും കിട്ടുന്ന എമൗണ്ട് ഏകദേശം 12.5 കോടി, മാക്സിമം 13 കോടി വരെയൊക്കെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ടാക്സ് ആയിട്ട് പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ടേം ഇൻഷുറൻസിന്റെ ഒരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടേം ഇൻഷുറൻസ് അല്ല, മൊത്തത്തിൽ ഇൻഷുറൻസിന്റെ ഒരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഇൻ കേസ് ഓഫ് ഡെത്ത് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ടാക്സ് ഫ്രീ ആണ്, അത് ടാക്സബിൾ അല്ല. അപ്പോൾ നമുക്ക് 1 കോടി രൂപയാണ് കവറേജ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 1 കോടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 2 കോടി രൂപയാണ് നമ്മുടെ ടേം ഇൻഷുറൻസിന്റെ കവറേജ് എന്നുണ്ടെങ്കിൽ നോമിനിക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 2 കോടി തന്നെ ആയിരിക്കും. അതിൽ വേറെ ടാക്സ് ഒന്നും ഡിഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്, നമ്മുടെ ഇൻഷുറൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ടേം ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് ചെലവാക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ആ ടേം ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചില ആളുകൾ ചിന്തിക്കാണ്, ഞാൻ ഒരു കാശ് കൊടുത്തിട്ടാണ് ഒരു സാധനം എടുക്കുന്നുള്ളൂ, എനിക്ക് അല്ലാണ്ട് എനിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടാനുള്ള വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഞാൻ പറയണത്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവുമായിരിക്കാം, ഇല്ലാത്ത ആളുകളുടെ അറിവിലേക്കും കൂടിയിട്ടാണ് നമുക്ക് പറയണത്. ഈ പോളിസി എന്ന് പറയുന്നത് ഒരു 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ പ്ലാൻ ആണ് വിത്ത് ലൈഫ് കവറേജ്. അപ്പോൾ ഇതിലെന്താണ് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറെ എമൗണ്ട് ഒന്നും ചെലവാക്കേണ്ടി വരുന്നില്ല. ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് എത്രയാണോ നമ്മൾ ആനുവലി ഇൻവെസ്റ്റ് ചെയ്യണത് അതിന്റെ ഒരു 11 ടൈംസ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 5 ലാഖിന്റെ ഒരു സെനാരിയോ ആണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആനുവലി 5 ലക്ഷം രൂപ വെച്ചിട്ട് 12 വർഷത്തേക്ക് അടയ്ക്കുന്ന ഒരു സ്കീമാണ്. ഞാൻ ആദ്യത്തെ വർഷം 5 ലക്ഷം അടച്ച അന്ന് തന്നെ എൻ്റെ ഇൻഷുറൻസ് കവറേജ് ഡേ 1 ഓൺവേർഡ്സ് 55 ലാഖിന്റെ ഇൻഷുറൻസ് കവറേജ് എനിക്ക് അവൈലബിൾ ആണ്. അതായത് ഞാൻ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. 5 ലക്ഷം രൂപ ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ എനിക്ക് 55 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഞാനിതൊരു 12 വർഷത്തേക്കാണ് ഞാനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറയണത്. ഞാനൊരു 12 വർഷത്തേക്കാണ് ഞാൻ ഈ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ വർഷവും 5 ലക്ഷം രൂപ വെച്ചിട്ട്. ആദ്യത്തെ വർഷം 5 ലക്ഷം രൂപ
ഇൻവെസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ വർഷം 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ 12 വർഷത്തേക്ക് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. 12 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 13ാമത്തെ വർഷം മുതൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺ എനിക്ക് കിട്ടി തുടങ്ങുകയാണ്. ഇത് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പോളിസിയാണ്. അതായത് ഈ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 13ാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് ബൈ ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ടിൽ 1 രൂപ കൂടുകയോ കുറയോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെയോ അല്ലെങ്കിൽ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെയോ ഇതിനൊന്നും ഡിപ്പെൻഡബിൾ അല്ല. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എത്രയാണോ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് 13ാമത്തെ വർഷം മുതൽ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഇപ്പോൾ ഈ സെനാരിയോയിൽ 5 ലക്ഷമാണ് ഞാൻ ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 12 വർഷമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 13ാമത്തെ വർഷം മുതൽ എനിക്ക് 5,81,000 രൂപ, ഞാൻ 5 അടച്ചത്. എനിക്ക് 13ാമത്തെ വർഷം മുതൽ ഒരു വർഷത്തിൽ 5,81,000 രൂപ വെച്ചിട്ട് തുടർച്ചയായിട്ട് 30 വർഷം, ഞാൻ അടച്ചത് 12 വർഷമാണ്, എനിക്ക് ഇനി റിട്ടേൺ കിട്ടാൻ പോകുന്നത് 30 വർഷത്തേക്കാണ്. അപ്പൊ മൊത്തം പോളിസിയുടെ കാലയളവ് എന്ന് പറയുന്നത് 42 വർഷത്തെ ഒരു പോളിസിയാണ് ഇത് വരുന്നത്. 12 വർഷം ഞാൻ അടയ്ക്കുന്നുള്ളൂ. ബാക്കി 30 വർഷം തുടർച്ചയായിട്ട് എനിക്ക് 5.81 ലക്ഷം രൂപ 13ാമത്തെ വർഷം മുതൽ തിരിച്ചു കിട്ടുകയാണ്. ഈ ഡേ 1 ഓൺവേർഡ്സ് എനിക്ക് 55 ലാഖിന്റെ കവറേജ് ഉണ്ട്. ഈ 13ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും എന്റെ ഇൻഷുറൻസ് കവറേജ് എന്നുള്ളത് അതും ഇൻക്രീസിങ് തന്നെയാണ്. അതൊരു 95 ലക്ഷം രൂപ വരെയൊക്കെ ഇൻഷുറൻസ് കവറേജ് നമുക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് 12 വർഷം 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 60 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ അടച്ച തുക മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഈ 60 ലക്ഷം രൂപ നമുക്ക് തിരിച്ചും കിട്ടും. അതായത് ഓരോ വർഷവും 5.81 ലക്ഷം വെച്ചിട്ട് 30 വർഷം നമുക്ക് കവറേജ് ഇൻഷുറൻസിന്റെ റിട്ടേൺ കിട്ടും, ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺ കിട്ടും. ഈ കാലയളവിലൊക്കെ 55 ലക്ഷം രൂപയുടെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ട് വെച്ചാൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമ്മൾ അടച്ച 60 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടും. 13ാമത്തെ വർഷം മുതൽ അഡീഷണൽ ആയിട്ട് ഒരു 22.5 ലാഖിന്റെ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ആഡ് ആയി കിട്ടും. അതിനും വേറെ ഇൻഷുറൻസിന്റെ നമ്മൾ എമൗണ്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അതായത് ഇൻഷുറൻസിന് വേറെ കാശ് കൊടുക്കാണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആനുവലി ഒരു സെർട്ടൻ എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു 5.8 എന്ന് പറയുമ്പോൾ നമുക്ക് മാസം ഒരു 50,000 രൂപയുടെ അടുത്ത് ഒരു 45 to 48 എന്നുള്ള രീതിയിൽ മാസം ഒരു പെൻഷൻ എന്നുള്ള രീതിയിൽ, ഇതിപ്പോൾ ആനുവലി ആണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മന്ത്ലി കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 48,000 രൂപ മാസം കിട്ടുന്ന രീതിയിൽ ഒരു 12 വർഷം കഴിഞ്ഞാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പെൻഷൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ കാലയളവിലൊക്കെ നമുക്ക് മിനിമം 55 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ഈ 42 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടച്ച തുക നമുക്ക് മൊത്തമായിട്ട് നമുക്ക് തിരിച്ച് മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് തിരിച്ചും കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ 13ാമത്തെ വർഷം മുതൽ 22.5 ലക്ഷത്തിന്റെ ആക്സിഡന്റൽ കവറേജും നമുക്ക് ഉണ്ടാവും. ഇത് ടേം ഇൻഷുറൻസ് വേണ്ട, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനും ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇനി നമുക്ക് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓൾമോസ്റ്റ് ഞാൻ ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കാര്യമായിട്ട് തന്നെ സംശയങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? അതിന് ഓരോരുത്തരായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് വെച്ചാൽ ചോദിച്ചോളൂ. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൂടുതലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹായ് പ്രതീക്ഷ. ഹായ്, നമസ്കാരം. വിവേകാണ്. നമസ്കാരം. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, എനിക്കൊരു എക്സിസ്റ്റിംഗ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ഇയർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പൊ 3 ഇയർ എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇവര് പറയുന്ന ഒരു ബേസിക് ഇതുണ്ടല്ലോ, മറ്റേ ഫസ്റ്റ് ഇതിൽ കവർ ആവുന്ന കുറച്ച് അസുഖങ്ങളില്ലേ, അതെല്ലാം കവർ ആയിട്ടുണ്ടാവില്ല 3 ഇയറിൽ? 3 ഇയർ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാലേ
അതായത് നമ്മൾ പ്രീമിയം എൻ്റെ അറിവിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിലും അങ്ങനെ ഒരു പോളിസി ഉണ്ട്, 3 ഇയർ പോളിസി ഉണ്ട്. അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ പോളിസി അടയ്ക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും പ്രീമിയത്തിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുമിച്ച് പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നമ്മൾ ആനുവലി അടയ്ക്കുന്ന പ്രീമിയത്തേക്കാൾ കുറവായിരിക്കും ഈ 3 ഇയർ പോളിസി ആയിട്ട് ചെയ്യുമ്പോൾ. കറന്റ് നമുക്ക് GST കൂടിയും ഒഴിവാക്കിയതുകൊണ്ട് ഈ 3 വർഷത്തേക്ക് നമുക്ക് GST എമൗണ്ട് ഇല്ലാണ്ട് തന്നെ പ്രീമിയം അടയ്ക്കാൻ പറ്റും. അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എത്തുമ്പോൾ ഗവൺമെന്റ് തിരിച്ചു കൊണ്ടുവരികയാണ്, GST തിരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു മുമ്പ് 18% ഇനി നമ്മളൊരു 0% ആകുമ്പോൾ ഗവൺമെന്റിന് ടാക്സ് ഇനത്തിൽ വലിയൊരു എമൗണ്ട് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ച് ഇതാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു 10% ഏറ്റവും ഇപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കൊണ്ടുവരികയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രീമിയം അടയ്ക്കുമ്പോൾ പ്ലസ് ഈ GST എമൗണ്ട് കൂടി ചേർത്ത് അടയ്ക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഈ 3 വർഷത്തെ പോളിസി ആയിട്ട് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ GST എമൗണ്ട് 3 വർഷത്തേക്ക് നമ്മൾ 0% ആയിട്ട് തന്നെയാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സൈഡിൽ നമുക്ക് വരുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത് എമൗണ്ട് അടയ്ക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഈ ക്രിട്ടിക്കൽ അതായത് സ്പെസിഫൈഡ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷത്തെ പോളിസി ആയിട്ട് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിലും ആദ്യത്തെ 2 വർഷത്തേക്ക് ആ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ എമൗണ്ട് നമ്മൾ മുന്നേ കൂട്ടി അടയ്ക്കുന്നേ ഉള്ളൂ. അല്ലാതെ ആ സ്പെസിഫൈഡ് ഡിസീസസിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് 0യിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ വരുന്നില്ല. ഓക്കെ അത് ചേട്ടപ്പോ പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങള് ക്ലിയർ ആയി. മറ്റേ ഇതിന്റെ ടാക്സിന്റെ കാര്യം എനിക്ക് ക്ലിയർ ആയി. എനിക്കതിൽ എന്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേറൊരു സർവീസ് പ്രൊവൈഡർ ഞാൻ 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ഓരോ വർഷത്തെ പ്രീമിയം സെപ്പറേറ്റ് അടയ്ക്കുന്നു. ഈ 2 വർഷം കൊണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആവുന്നു. ഈ ഒരു സാഹചര്യത്തില് ഞാൻ ഈ സർവീസ് പ്രൊവൈഡറിനെ മാറ്റി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരികയാണെങ്കിൽ അവിടുന്ന് ഞാൻ എപ്പോഴാണോ സ്റ്റാറിൽ വരുന്നത് അത് മുതലാണോ അവർ വീണ്ടും ക്രിട്ടിക്കൽ ഇൽനെസ് 2 ഇയേഴ്സ് കൗണ്ട് ചെയ്യോ അതോ ഓൾറെഡി അല്ല ഇത് നമ്മൾ എനിക്ക് ബെനിഫിറ്റ് കിട്ടുമോ? അതായത് നിങ്ങൾ എവിടെ അപ്പൊ ഓൾറെഡി വേറെ സർവീസ് പ്രൊവൈഡറിന്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി 2 വർഷം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ഉള്ളതൊക്കെ അതിൽ ഓൾറെഡി കവർ ആയി പോയിട്ടുണ്ട്. നമ്മൾ ആ പോളിസി സ്റ്റാർ ഹെൽത്തിലേക്ക് പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ പോളിസി സ്റ്റാർ ഹെൽത്തിലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ പോളിസിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പുതിയ പോളിസിയിലേക്ക് അതായത് പ്രൊവൈഡറിനെ മാത്രം നിങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഓൾറെഡി നിങ്ങൾ അവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഉള്ള പിന്നെ തുടർന്നുള്ള സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണത് സ്റ്റാർ ഹെൽത്ത് ആയിരിക്കും. അതാണ് അതിലുള്ള വ്യത്യാസം. ക്ലിയർ താങ്ക് യു. ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിപ്പോ എല്ലാവരുടെ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ NRIസിന് പലപ്പോഴും നമ്മളിപ്പോ മുന്നേ ചേർന്ന സേവിങ്സ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാവും പലരുടെ കയ്യിലും. കുറെ ആൾക്കാർ ഇപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് NRIക്ക് പ്രോപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോ ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ മുന്നത്തെ അക്കൗണ്ട് നമ്മള് സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയതെന്ന് വിചാരിക്കുക. ഈ പോർട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പുതിയൊരു ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഏതാണ് കുറച്ചുകൂടി ബെറ്റർ? നമ്മൾ NRO തന്നെ തുടരണോ അതോ ഒരു NRI ആയ ആള് സേവിങ്സ് അക്കൗണ്ട് നാട്ടിൽ ഉപയോഗിച്ച് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിപ്പോഴും വാലിഡ് ആണോ അതോ ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമുക്ക് NRI അക്കൗണ്ട് NRO അക്കൗണ്ട് ഉണ്ടെന്നുണ്ട് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ശരിക്കും ആസ് ഫോർ ഇത് എൻ്റെ അറിവ് പ്രകാരം നമ്മൾ ഒരു NRI ഇപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതൽ നാട് വിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആള് ഒരു NRI സ്റ്റാറ്റസിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ ഒരു കേസിൽ പിന്നെ നമുക്ക് നാട്ടിലൊരു സേവിങ്സ് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യണത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ NRO അല്ലെങ്കിൽ NRE അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യണ സമയത്ത് NRO അല്ലെങ്കിൽ NRE വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ട്രാൻസാക്ഷൻ സമയത്ത് ഇത് ഈ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എപ്പോഴും ഇല്ലേ? ഇപ്പൊ സേവിങ്സ് ഉപയോഗിച്ച ആൾക്കാർക്ക് NROക്ക് മാറ്റാനുള്ളത്. അതെ, അതായത് നമ്മള് ഇപ്പൊ ബ്രോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഉദ്ദേശിച്ചേ
അപ്പൊ അതിന്റെ റിട്ടേൺസ് വരികയാണെങ്കിലും ഇപ്പൊ ഒരു ക്ലെയിം ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് തിരിച്ചു വരികയാണെങ്കിലും ആ. ഇപ്പൊ മുന്നേ ഉപയോഗിച്ചിരുന്ന സേവിങ്സ് അക്കൗണ്ട് മാറ്റിയിട്ട് നമുക്കത് അപ്പോൾ ഒരു അതിലെന്താ NRO ഒരു അക്കൗണ്ടിലേക്ക് പ്രശ്നം മാറ്റാനുള്ള വെച്ചാല് ഓപ്ഷൻ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ NRI അക്കൗണ്ട് നമുക്ക് അങ്ങനെയുള്ള കേസുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ NRI അക്കൗണ്ടിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ക്യാഷ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്തുനിന്ന് മാത്രമാണ് നമുക്ക് ക്യാഷ് ഇടാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ ക്ലെയിം കാര്യങ്ങളൊക്കെ റീഇംബേഴ്സ്മെന്റ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമ്മൾ NRO അക്കൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ NRI അക്കൗണ്ട് വെച്ചിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യാം. പക്ഷെ ഈ ക്ലെയിം വന്നിട്ട് ഒരു റീഇംബേഴ്സ്മെന്റിന് ആ സമയത്ത് മാത്രമാണല്ലോ നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നത്. ആ സമയത്ത് NRO അക്കൗണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും അതിലേക്ക് എമൗണ്ട് ഇടാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണല്ലോ NRO അക്കൗണ്ട്. NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ലില്ല, അതിലങ്ങനെ പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റുകളൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ GST എമൗണ്ട് എല്ലാം 0% ആണ്. ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ പുറത്തുള്ള ആളാണെങ്കിലും GST എമൗണ്ട് 0 ആണ്. മുമ്പ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ NRI സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ NRI അക്കൗണ്ട് ത്രൂ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ട് വെച്ചാൽ നമുക്ക് GST റീഫണ്ടിന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കറന്റ് നമുക്ക് നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ GST 0% ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അതുകൊണ്ട് വേറെ മെച്ചങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിച്ചിട്ട് എന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തീർക്കാൻ 4 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കേസിനുള്ളത് നമ്മളിപ്പോ ഇൻഷുറൻസ് ഇപ്പൊ ടൈം ഇൻഷുറൻസിന്റെ കേസ് പറയുമ്പോൾ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? 40 years അല്ല, ഓക്കെ 40 years. ഇത് ഈ കമ്പനികൾ, ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ? കാരണം നമ്മുടെ ഇടുന്ന ഈ പൈസ നാളെ ഇപ്പോ ഇത് പൂട്ടി പോയി കഴിഞ്ഞാല് ഇത് മൊത്തം ലോസ് ആയി പോകുന്ന അവസ്ഥയൊക്കെ. ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളുടെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ RBIയുടെ അണ്ടറിൽ എന്ന് പറയുന്ന പോലെ ഇൻഷുറൻസ് സെക്ടറിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും IRDAയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യണത്. ഈ RBI പോലെ തന്നെ അത്രയും പവറുള്ള ഒരു അതോറിറ്റിയാണ് IRDA. അപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവരുടെ അണ്ടറിലാണ് വരുന്നത്. നമുക്ക് യാതൊരു വിധത്തിലും ഇൻഷുറൻസ് കമ്പനികളിൽ ഇട്ടിട്ടുള്ള എമൗണ്ടിനെ പറ്റിയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് പോലും ഇപ്പൊ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എത്ര കോടികൾ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ട് വെച്ചാലും ആ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റിയോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാക്സിമം നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയ്ക്ക് ബാങ്കുകൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയി വിചാരിക്കണം. ക്ലിയർ ആയി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിച്ചോളൂ. ഹലോ, ആരെങ്കിലും ഡൗട്ടുകൾ? എന്താ കുഴപ്പമില്ല, പറഞ്ഞോളൂ. മറ്റേ ലാസ്റ്റ് ഒരു പെൻഷൻ പ്ലാന്റെ കേസ് പറഞ്ഞിരുന്നു. അതില് നമുക്ക് കവർ ആവണ ഇൻഷുറൻസ് ഇപ്പൊ അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണോ അതോ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ ടേം ഇൻഷുറൻസ് ആണോ? ഇതല്ലേ, ഇതിൽ നമുക്ക് ലൈഫ് കവറേജ് ആണ് വരുന്നത്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അതിന് വേറെ പ്രീമിയം എമൗണ്ട് വരും? അത് ചെറിയ എമൗണ്ട് ഒക്കെ വരില്ല. ആനുവലി ഇപ്പൊ ഒരു 10 ലക്ഷത്തിനൊക്കെ ഏകദേശം ഒരു 8,000 രൂപയുടെ ഉള്ളിലൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അതില് ഇപ്പൊ ഇത് ഞാനിപ്പോ ഈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ആക്സിസ് മാക്സ് ലൈഫിന്റെ ഒരു പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇതില് ഞാനിപ്പോ എടുത്തിട്ടുള്ളതിൽ ഏകദേശം ഒരു 10 ലക്ഷത്തിന്റെയാണ് ഞാൻ ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്തേക്കുന്നത്. അതിൽ 64 ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് ഇതിൽ കവറേജ് വരുന്നത്. ഈ 64 ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ ഏതെങ്കിലും ഒന്ന് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ട് വെച്ചാൽ എനിക്ക് ആ 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് എനിക്ക് കിട്ടുകയാണ് ചെയ്യുക. അതിന് ഞാൻ സ്പെൻഡ് ചെയ്യണത് എനിക്ക് തോന്നുന്നത് ഒരു 8,000 രൂപയുടെ താഴെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്തിട്ടുള്ള അഡീഷണൽ റൈഡർ. അത് ഇയർലി 8,000 രൂപ അല്ലേ? അതെ, അത് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കത് അഡീഷണൽ റൈഡർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കൂടി കിട്ടുന്ന ഒരു സ്കീമിലാണുള്ളത് വരുന്നത്. അതിന്റെ കൂടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് എന്നുണ്ട്. ഈ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ നമ്മളെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അതിന് അങ്ങനത്തെ കവറേജ് ഇല്ല അല്ലെ? ക്രിട്ടിക്കലേ മാത്രമേ ഉള്ളൂ.
അല്ല, ഈ പോളിസിയിൽ ഇത് ശരിക്കും ആക്ച്വലി ലൈഫ് കവറേജിന്റെ ഒരു പോളിസിയാണ്. അതിൽ നമുക്ക് വരുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് മാത്രമാണ് നമുക്ക് റൈഡറായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതുമായിട്ട് ലൈഫായിട്ട് മെർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഓക്കെ, താങ്ക് യു. വെൽക്കം. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? പ്രതീഷ് ശ്രീകാന്താണ്. ശ്രീകാന്ത് സാർ പറയും. എന്തിനു വിശേഷം? നല്ല വിശേഷം. നല്ല സെഷൻ ആയിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ കറക്ഷൻ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. NRIs ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയില് അത് ഗ്യാരണ്ടീഡ് പ്ലാൻ ആയാലും NRE അക്കൗണ്ട് എന്ന് ചെയ്യുന്നതാണ് ബെനിഫിഷ്യൽ. 5 ലക്ഷത്തിന് മേലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഗ്യാരണ്ടീഡ് പ്ലാനിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന റിട്ടേൺസ് ടാക്സബിൾ ആണ് റെഗുലർ റെസിഡന്റ് ഇന്ത്യൻസിന്. അപ്പൊ അതുകൊണ്ട് NRO അക്കൗണ്ടിൽ നിന്ന് ചെയ്താലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെയ്താലും അവർക്ക് റിട്ടേൺ വരുമ്പോൾ ടാക്സ് വരും. ഡെത്ത് ബെനിഫിറ്റ് അല്ലാതെ മെച്ചൂരിറ്റി ബെനിഫിറ്റ് വരുമ്പോൾ ടാക്സ് വരും. ഞാൻ നേരത്തെ വിവേക് ചോദിച്ചത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസായ കാരണമാണ് കേട്ടോ ഞാൻ ആ ഒരു മറുപടി കൊടുത്തത്. ആള് ഇതിന്റെ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിൽ ചെയ്യേണ്ടതെന്ന് ആരോ ചോദിച്ചിരുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ NRI ആയിരിക്കുമ്പോ NRE അക്കൗണ്ടിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. റിട്ടേൺസ് ടാക്സബിൾ ആവും. അല്ലെങ്കിൽ അതായത് NRI ആവുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ സ്പെഷ്യലി UAE എന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ UAE ആയിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ NRIs ഫ്രം മിഡിൽ ഈസ്റ്റ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ NRE അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസിന് കിട്ടുന്ന മെച്യൂരിറ്റിക്ക് ടാക്സ് ഉണ്ടാവില്ല NRE അക്കൗണ്ടിൽ ചെയ്താൽ. പക്ഷെ അതേ സമയത്ത് അത് NRO അക്കൗണ്ടിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ചെയ്താൽ പലരും ചെയ്യുന്ന തെറ്റാണ്. ചിലപ്പോൾ വൈഫ് ഇന്ത്യയിലായിരിക്കും, അപ്പൊ ഇന്ത്യനെ ഒരാളെ പേര് ചെയ്തു, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഓൾവേസ് ഇൻവെസ്റ്റ് ഫ്രം യുവർ NRE അക്കൗണ്ട്. ആൻഡ് ഇന്ത്യൻ NRI സ്റ്റേറ്റസ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലും വെക്കരുത് കയ്യിൽ. ഇറ്റ് ഇസ് ഇല്ലീഗൽ ടു ഹാവ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അതെ, ഞാൻ ആ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസാണ് എന്നോട് ചോദിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മറുപടി കൊടുത്തത്. അതിലാവുമ്പോൾ നമുക്ക് ആകെ വരുന്ന എമൗണ്ട്. താങ്ക് യു. ഷുവർ. ഹായ് പ്രതീഷ് ചേട്ടാ, ഞാൻ വിഷ്ണു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. സോ ക്രിട്ടിക്കൽ ഇൽനെസിന്റെ കാര്യം ചോദിക്കാനാണ്. എൻ്റെ ഇപ്പൊ 2 ക്രിട്ടിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, 2 ഡിഫറെന്റ് കമ്പനീസ്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഡിക്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ 2 കമ്പനിയിൽ നിന്ന് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുമോ? അതോ പോസിബിൾ ആണോ? പറ്റും. അത് 2 UAE-ലാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലെടുക്കുന്നത് റെക്കമെൻഡഡ് ആണോ? അത് ഇൻഫ്ലേഷനും ഡിവാലുവേഷനും ഒക്കെ കാരണം നമുക്ക് അതിന്റെ ഒരു വാല്യൂ കിട്ടുമോ ശരിക്കും പറഞ്ഞാല്? 25 lakhs ആയാലും ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എത്ര ലക്ഷത്തിന്റെയാണ് ഇൻഷുറൻസ് കവറേജ് എടുത്തേക്കണ ക്രിട്ടിക്കൽ ഇൽനെസ്? എനിക്ക് തോന്നുന്നു സൂറിക്കിന്റെ അറിഞ്ഞുണ്ട്, അത് 100,000 USD സംതിങ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഫോർ വൈഫിന് എനിക്കും കൂടി. പിന്നെ ഒരു മെറ്റ് ലൈഫിന്റെ ഒരു പോളിസി, അത് എനിക്ക് തോന്നുന്നു 150 പെർ മന്ത് ആണ് തോന്നുന്നു അതിന്റെ പ്രീമിയം. അത് എത്രയാണ് എമൗണ്ട് കിട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാൾ മുമ്പ് എടുത്തതാ, കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്തതാ. 150 dirhams പെർ മന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു 3000 രൂപ എന്ന് വിചാരിക്കാം അല്ലെ? 3000 അല്ലെങ്കിൽ അതിലോ കൂടുതലോ വരുന്നുണ്ടാവും അല്ലെ മാസം? ആയിരിക്കും. യെസ്, അതെ. ഓക്കെ, ഞാന് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളൊരു ഇതില് അപ്പൊ ഞാൻ ചോദിക്കുന്നത് രണ്ടിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകളിൽ നമുക്ക് ആ അസുഖം ഡിറ്റക്ട് ചെയ്തതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് മറ്റേ ഡിസ്ചാർജ് സമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളോ ഡോക്യുമെന്റ്സുകളൊന്നും ആവശ്യമില്ല. നമ്മൾ ആ ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്കാണെങ്കിലും എനിക്ക് ആക്സിസ് മാക്സ് ലൈഫിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ട്, സ്റ്റാർ ഹെൽത്തിലും ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ട്. അപ്പൊ 2 സ്ഥലത്തുനിന്നും എനിക്ക് ഒരേ ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്, രണ്ടിലും കവേർഡ് ആവുന്ന കേസാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തുനിന്നും എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക അതൊക്കെ ചോദിച്ചത് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആനുവലി ബ്രോ അടയ്ക്കുന്നത് 5700 രൂപയാണ്.
ഒരു വർഷത്തേക്ക് അടയ്ക്കുന്നത് 25 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് 25 അറിയാലും കൂടുതലുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ഓക്കെ, അതെന്തായാലും അത് പിന്നെ 12 രണ്ടുപേർക്കും കൂടിയാണ്, ഓക്കെ ഒരാൾക്കല്ല കേട്ടോ, രണ്ടുപേർക്ക് കൂടിയാണ്. മീൻസ് വൈഫിന് എനിക്ക് കൂടിയാണ് 150 റൗണ്ട് അടിക്കുന്നത്. ഓക്കെ, അത് മന്ത്ലി ആണല്ലോ. അത് ഇനി മന്ത്ലി പേയ്മെന്റ്. 12 മാസത്തേക്ക് വരുമ്പോ ഇപ്പൊ 3000 ഇൻറ്റു 12 എന്ന് പറയുമ്പോ 36,000 ആയില്ലേ. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നാട്ടിലാണ് പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവ്. അതെ അതെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടേ ഒരു ഡിസീസ് സിക്നസ് വന്ന്, അല്ല നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത ഒരു ഡിസീസ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ കുഴപ്പമില്ല ഇല്ല അല്ലേ? ഇല്ല. പിന്നെ അതുപോലെ നമ്മൾ ചിലപ്പോ ഒരു ഹാബിറ്റ്സ് നമുക്ക് അതായത് ഡിക്ലെയർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇതായിക്കോട്ടെ, അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു അസുഖം 5 വർഷം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എന്നല്ലേ ഉദ്ദേശിച്ചത്? അതോ നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത, അതായത് നമുക്ക് ഓൾറെഡി അറിവുണ്ടായിട്ടും ഞാൻ പറയാത്ത ഒരു അസുഖം 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്? ഈവൻ ഡിക്റ്റേറ്റ് ചെയ്യാത്തത്, ലെറ്റ്സ് എനിക്കിപ്പോ കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, അറിയില്ല, അപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ട് അത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ഹിസ്റ്ററി അറിയില്ലല്ലോ. ഇല്ല. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിക്ലെയർ ചെയ്യണത് കേസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ അറിവോട് കൂടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കുന്നതിനാണ് ഇത് പ്രശ്നമുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് എനിക്കറിയുണ്ടായിരുന്നില്ല എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ചെക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയത് എന്ന് വെച്ചെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഫോൾട്ട് അല്ല. നിങ്ങൾ അറിയുന്ന കാര്യം നിങ്ങൾ മറച്ചു വെക്കല്ലോ ചെയ്തത്. അതുകൊണ്ട് അത് ഒരു ഇഷ്യൂ അല്ല. അത് ക്ലിയർ ആയി. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇനീഷ്യലി ചിലപ്പോ ഇൻഷുറൻസ് എടുത്ത ടൈംസിൽ ചില ഹാബിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല, ലെറ്റ്സ് ഡ്രിങ്കിങ് ഓർ സ്മോക്കിംഗ്. നമുക്ക് ചിലപ്പോ 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കും, ഇൻഎലിജിബിൾ ആവോ, അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും? സമയത്താണ് ഇതെല്ലാം അവര് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ ഡ്രിങ്കിങ് ആണോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പിന്നെ ഭാവിയിൽ ഇതിൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് വരുമ്പോഴാണ് അതിലൊരു പ്രശ്നം വരുന്നത്. ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കാം. അപ്പൊ ആ ടൈമില് അതായത് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഭാവിയിൽ എന്ത് നമ്മൾ തുടങ്ങുമെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. നമ്മൾ ആ എടുക്കുന്ന ആ മൊമെന്റില് നമുക്ക് ഈ കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഇൻഷുറൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. അതെ. പക്ഷെ അത് പറഞ്ഞിട്ട് അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് മെഡിക്കൽസ് ചെയ്യുന്ന സമയത്ത് ആളുടെ ബ്ലഡില് ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഓക്കെ, അത് ഓക്കെ. സൂയിസൈഡും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഓക്കെ. പക്ഷെ അതല്ല, ഇപ്പോ ഫാറ്റി ലിവർ വന്നതായിരിക്കും, ആൽക്കഹോൾ കാരണം ഫാറ്റി ലിവർ വന്നതാണ്, പക്ഷെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇനീഷ്യലി. ആ ടൈമിൽ നമുക്ക് ഈ ശീലം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിലപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ ഈ ഫാറ്റി ലിവർ വന്നത് ആൽക്കഹോൾ കാരണമായിരിക്കും. അപ്പോ നമ്മൾ ഡിക്ലെയർ ചെയ്യാത്തതിന്റെ പേരിൽ ഇത് റിജക്റ്റ് ആവുമെന്ന് ചോദിക്കുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ അണ്ടർ റൈറ്റേഴ്സിന്റെ ഇതിൽ ഇരിക്കണ്ടാവുമായിരിക്കും. അത് കറക്റ്റ് എനിക്ക് ഒരു എക്സാക്ട് ഇത് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സെനാരിയോ ആണ്. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി അതിന് പറയാൻ എനിക്ക് അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഡോക്ടറുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അപ്രൂവലിന് പോകുന്ന സമയത്ത് ഒരു ക്ലെയിം വന്ന് അപ്രൂവലിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ പാനൽ ഉണ്ട്. ആ ഡോക്ടർ പാനലിലുള്ളവരാണ് ഈ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുക. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ആ ഡോക്ടർ പാനലിലുള്ള ഡോക്ടർക്ക് കമന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇങ്ങനെയുള്ളൊരു കേസുകളാണെന്നുണ്ട്. മാക്സിമം അങ്ങനത്തെ കേസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അതെ അതെ. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, പറഞ്ഞോ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ. ആരാ ചോദിച്ചത് ഇപ്പോൾ ക്വസ്റ്റ്യൻ? വിഷ്ണു. അതെ, ഇതിലൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നമ്മള് ഹെൽത്ത് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ ആണ് നമ്മുടെ അസുഖം ഇല്ല എന്നുള്ളത്. അതെ. അപ്പൊ ഇന്ന് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ വിഷ്ണു പറഞ്ഞ മാതിരി നമ്മൾക്ക് അറിയില്ല, ചിലപ്പോൾ BP ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, നമുക്കറിയില്ല. അപ്പൊ നമ്മള് പറയാത്ത നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇല്ല അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിട്ടി കഴിഞ്ഞിട്ട് ക്ലെയിമിന് പോകുന്ന സമയത്ത് നമുക്കിത് ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ അറിഞ്ഞത്
അങ്ങനെ ഉണ്ടെങ്കിൽ ഈവൻ എപ്പോഴും അറിയുന്ന അപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് ഓക്കെ ആദ്യത്തെ ഓക്കെ കാര്യം. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ വിത്തിൻ 3 years നമുക്ക് എന്തെങ്കിലും ഡിറ്റക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു റിപ്പോർട്ട് ഇറ്റ് ടു ദ ഇൻഷുറൻസ് കമ്പനി ഫസ്റ്റ് കാര്യം. അപ്പൊ നമ്മള് രണ്ടാമത്തെ പോളിസി കാര്യം വൈകോ പിന്നെയും 3 കൊല്ലം വെയിറ്റ് അല്ല പീരീഡ് പറഞ്ഞു ഉണ്ടാവും നമ്മള് കംപ്ലീറ്റ്. അപ്പോ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഇത് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ അതിന് വേണ്ടി എക്സ്ട്രാ പേയ്മെന്റ് എടുക്കണോ അത് പറയും. ശരിക്കും ഇതൊക്കെ തലവേദനയാണ്. പിന്നെ അതൊക്കെ എന്റെ ക്ലെയിം കിട്ടോ ഇല്ല എന്ന് പോലും ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ നമുക്ക് അറിയാതെ നമ്മൾ തെറ്റി ഡിക്ലെയർ ചെയ്തതായാലും ക്ലെയിമിന്റെ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കേസ് കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോ ഓക്കെ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെനിഫിഷ്യൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 2-3 monthsനുള്ളിൽ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് ഡിക്ലറേഷൻ കറക്റ്റ് ആയിരിക്കും. ഓക്കെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഓൾറെഡി 3 year പാസ്റ്റ് ആയിട്ടുണ്ട്. അതല്ല പ്രശ്നം. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. സെക്കൻഡ് കേസ് ആണ് ഞാൻ അറിയേണ്ടത്. അതിലാണ് അതായത് നമുക്ക് എന്താണ് സെക്കൻഡ് ഇല്ലാത്തൊരു കേസ്? ഹാബിറ്റ് ചിലപ്പോ ഫ്യൂച്ചറിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണോ? വല്ല ഫാറ്റി ലിവർ ആയിട്ട് അവര് വന്നു ഇല്ല അപ്പൊ കുഴപ്പമില്ല. അത് അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല. അല്ല ഡിക്ലെയർ ചെയ്യണോ അതോ വേണ്ടതെന്ന് ചോദിക്കുന്നു. ഇനിയിപ്പോ ഡിക്ലെയർ ഒന്നും ഇല്ല ചെയ്യണ്ട. പിന്നെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ടേം ഇൻഷുറൻസിലായാലും ഇതിലായാലും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ നമ്മൾ ആ വെയിറ്റിംഗ് പിന്നെ പീരീഡ് കഴിഞ്ഞല്ലോ. പറഞ്ഞോളൂ. ടേം ഇൻഷുറൻസ് നമ്മളിപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടിലത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മെഡിക്കൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇവിടെ ചെയ്യണോ അതോ നാട്ടിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണോ? ഇവിടെ ചെയ്യാൻ മെഡിക്കൽ ഇപ്പോ ഒരു നമ്മുടെ സാലറിയുടെ ബേസിസിലൊക്കെയാണ് കുറെ മെഡിക്കലൊക്കെ ട്രിഗർ ആവാറ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിന്റെയും കൂടി ബേസിസിലാണ് മെഡിക്കൽ ട്രിഗർ ആവാറുള്ളത്. ചില കേസുകളിൽ നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെയാണ്, നമ്മുടെ സാലറി വൈസും അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ചില സമയത്ത് മെഡിക്കൽ ട്രിഗർ ആവാറില്ല. ചില കേസുകളിൽ മെഡിക്കൽ ട്രിഗർ ആവാറുണ്ട്. ട്രിഗർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ലാസ്റ്റ് എടുത്ത സമയത്ത് എനിക്ക് മെഡിക്കൽ ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊളസ്ട്രോൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ ട്രിഗർ ആയി. ഞാനിവിടെ അബുദാബിയിൽ നിന്നാണ് മെഡിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേറെ അഡീഷണൽ ചാർജ് ഒന്നുമില്ല. അല്ല, ഫ്രീ ആണ്. ഓക്കെ ഓക്കെ താങ്ക്സ്. ഇതാണ് എനിക്കുള്ളത്. ഓക്കെ, വേറെ ആരെങ്കിലും? പ്രതീക്ഷ ഒരു കാര്യം, അതായത് എപ്പോഴും പറഞ്ഞൊരു 15% എന്തോ സാലറിയുടെ ആൾക്കാർക്ക് ടേം ഇൻഷുറൻസിന്റെ സാലറിയുടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ മാസം കറക്റ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് അക്കൗണ്ടിൽ വരുന്ന ആളുകൾ തന്നെ. അതായത് സാലറി ആയിട്ട് അക്കൗണ്ടിൽ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും സാലറീഡ് ആയാൽ മതി. സാലറി എന്ന രീതിയിൽ അക്കൗണ്ടിൽ ക്യാഷ് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 15% പ്രീമിയം ഡിസ്കൗണ്ട് ഉണ്ട് ടേം ഇൻഷുറൻസിൽ. ടേം ഇൻഷുറൻസിൽ. അത് ഫസ്റ്റ് ഇയർ മാത്രമാണ് ഡിസ്കൗണ്ട് ഉള്ളത് കേട്ടോ. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ ലേഡീസിനാണെന്നുണ്ട് വെച്ചെങ്കിൽ എല്ലാ വർഷവും വുമൻസിന് അങ്ങനെ ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്. 15% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ ഓരോ വർഷമാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഓരോ വർഷം പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അതിലിപ്പോ നമ്മളിപ്പോ NRE പേയ്മെന്റ് ചെയ്താലും NRO പേയ്മെന്റ് ചെയ്താലും നോ ഇഷ്യൂ അല്ലേ? അതുപോലെ തന്നെ ഓക്കെ, നോ ഇഷ്യൂ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നോക്കിയാ, നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ 5 lakhs പെർ ഇയർ അടയ്ക്കാം, അല്ലെങ്കിൽ 2 lakhs പെർ ഇയർ അടയ്ക്കണം. നമ്മളിപ്പോ സപ്പോസ് നമുക്ക് അറിയണ്ടായിരുന്നില്ല, പലർക്കും അറിയണ്ടാവില്ല, നമ്മളിപ്പോ ഫസ്റ്റ് വർഷം അതായത് ഫസ്റ്റ് ഇയർ നമ്മളിപ്പോ ഒരു 5 lakh നമ്മൾ NRO അടച്ചു നോക്കിയാൽ, സപ്പോസ് NROയിലായിരിക്കും ആ സമയത്ത് പൈസ ഉണ്ടാവുക. നമ്മൾ NRO ഫസ്റ്റ് ഇയർ അടച്ചു. പക്ഷെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മളിപ്പോ NREയിൽ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ NREയിൽ അടച്ചു നോക്കിയാൽ, അപ്പൊ നമുക്ക് ഈ മെച്യൂരിറ്റി കിട്ടുമ്പോൾ എങ്ങനെയാണ് അവര് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത്? ഇല്ല, ഈ ആ ടാക്സ് എന്ന് പറയുന്നതും ഈ ടാക്സ് എന്ന് പറയുന്നതും വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞ ആ ടാക്സ് ഫ്രീ എന്ന് പറയുന്നത് നമുക്ക് ലംസമായിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് ലംസമായിട്ട് മെച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്.
അല്ല അത് ശ്രീകാന്ത് പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നമ്മളിപ്പോ NRO എന്നാണ് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് മറ്റേത് എന്ന് വെച്ച് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ടിന് ഗവൺമെന്റ് നമ്മൾ ആ ഇൻകം ടാക്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇത്ര വലിയ എമൗണ്ട് ഒക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്താണ് നമ്മളുടെ ആ അക്കൗണ്ടിൽ ഓക്കെ, NRO അക്കൗണ്ടിൽ നമ്മളിപ്പോ NROന്ന് 5 lakhs മുകളിൽ ആനുവലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ട്രാൻസാക്ഷൻസും ടാക്സബിൾ കാര്യങ്ങളൊക്കെ ആണ്. നടക്കുമ്പോഴായിരിക്കും അത് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ടാക്സബിൾ പറഞ്ഞ ആണ്. പോലെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും NRE അക്കൗണ്ട് ത്രൂ ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. അതായത് ഇപ്പൊ 5 lakhs ഇയർലി അടയ്ക്കണമല്ലോ. അതായത് ഇപ്പൊ അറിയാണ്ട് ഞാൻ 5 lakhs ഫസ്റ്റ് ഇയർ NRO അടച്ചു, ഓക്കെ, ബാക്കി വർഷങ്ങളിലൊക്കെ NRE അടച്ചു. നമുക്ക് മെച്യൂരിറ്റി അപ്പോൾ കിട്ടുന്ന ടാക്സബിൾ എമൗണ്ട് ആവും? ടാക്സബിൾ അല്ല. മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ട് അത് ടാക്സബിൾ ടാക്സബിൾ ആയിരിക്കില്ല. അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും ആക്ച്വലി ഒരു കാര്യം കൂടി, നമ്മൾ ബെറ്റർ പ്രതീക്ഷ നമുക്കൊരു എനിക്ക് അറിയില്ല നല്ലതാ ഓപ്ഷൻ ഒരു ഒപ്പീനിയൻ ആണോ എന്ന്. അതായത് ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ എത്ര പേർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ബേസിക്കോ എത്രയോ ആവട്ടെ, മെഡിക്കൽ ഇൻഷുറൻസ് എത്ര പേർക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ ഒരു പോള് നമുക്ക് വേണമെങ്കിൽ മെയിൻ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും മെഡിക്കൽ ഇൻഷുറൻസ് എത്ര പേർക്ക് ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വേണമെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻ കേസ് അത് കേൾക്കാനുള്ള ആൾക്കാർക്ക്, ഇൻ കേസ് ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടി ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം എല്ലാവരും മെയിൻ ആയിട്ട് നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ UAE ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ എടുക്കുന്നില്ല, അതൊന്ന് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കുമെന്ന് പലരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ സംഭവം ആനുവലി നോക്കുകയാണെങ്കിൽ വളരെ കുറവാണെന്നുള്ളത് ഒരു നോളജ് പലർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലരും ഇത് എടുക്കാത്തത്. സെഷൻ വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആകെ 30 പേര് കയറിയിട്ടുള്ള. അത് ഞാൻ പറഞ്ഞത്, മെയിൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ നമ്മൾ ഒരു പോൾ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുമെന്ന് ഉദ്ദേശിച്ചത്. പ്രതീക്ഷേട്ടാ, എന്റെ പേര് ഐവിൻ. ഒരു ഡൗട്ട്. നമ്മളിപ്പോ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അല്ല, നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുമ്പോ നമ്മളിപ്പോ നോർമലായിട്ട് ആൾക്കാർക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ കാണിക്കും. പക്ഷെ നമ്മളത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് വെച്ചിട്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് വീണ്ടും അത് ഡൗൺ ആവും. പിന്നെ വീണ്ടും ചിലപ്പോൾ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് വീണ്ടും മോശമാകുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ സ്പൈക്ക് ആയി നിൽക്കും ഇല്ലേ, ലൈക്ക് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരും. അങ്ങനത്തെ സിനാരിയോസ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്നുണ്ട് വെച്ചെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട വേണം. പിന്നെ തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ കുറയോ കൂടുമോ എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് കറന്റ് സ്റ്റാറ്റസ് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട വേണം. ഡിക്ലെയർ ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഒരു ഡിസീസ് വന്ന് മരുന്ന് കഴിക്കുന്നതിനെ മാത്രം ഡിക്ലെയർ ചെയ്യുക അങ്ങനെയില്ല. അല്ല, അത് മാത്രമല്ല, നമുക്കിപ്പോ 2 വർഷം മുന്നേ എനിക്കൊരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ട് വെച്ചെങ്കിൽ അതും ഡിക്ലെയർ ചെയ്യണം. ആ സർജറി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും അത് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾമോസ്റ്റ് ഓവറായി തോന്നുന്നു അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പ്രതീക്ഷ ഒരു ഡൗട്ട് കൂടി. അതെ, നമ്മളിപ്പോ ഫസ്റ്റ് ഇയർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, നമ്മൾ UAE ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ എടുത്തത്. നമ്മളോട് സപ്പോസ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞു ഒന്നുമില്ല. ഐ മീൻ നമ്മൾ റീസെന്റ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നും കണ്ടിട്ടില്ല, ഡോക്ടറുടെ നോർമലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ഫസ്റ്റ് എടുത്തപ്പോ നമ്മളൊന്നും സബ്മിറ്റ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് ആള് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞല്ലോ നമ്മൾ ആക്ച്വലി എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെന്ന്, ഐ മീൻ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുകയാണെന്ന്. അപ്പൊ ഈ വർഷം നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ കൊടുത്താൽ മതി. അസുഖങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇല്ലാന്നുണ്ട് വെച്ചാൽ പിന്നെ ഡിക്ലെയർ ചെയ്യാനൊന്നുമില്ലല്ലോ. ഓക്കെ, ഐ തോട്ട് ലൈക്ക് നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ വിചാരിച്ചു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു ഗിവ്
മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെയല്ല. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല രമേശ് പറയൂ ശ്രീകാന്ത്. ഹെൽത്ത് ചെക്കപ്പ് എടുക്കണം എന്നേ പറഞ്ഞോളൂ. അപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ലെങ്കിൽ ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിഞ്ഞാൽ മതി. അതേ ഉള്ളൂ. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്കും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിപ്പോ ഒരു ക്ലെയിം വരുമ്പോഴാണ് ഇത് എല്ലാം പ്രശ്നമാവുക. കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും, ഞാൻ 2 വർഷം മുന്നേ ചെക്ക് ചെയ്ത സമയത്ത് ഇതുണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഞാൻ അന്ന് മുതൽ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഡോക്ടറുടെ റിപ്പോർട്ട്സിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ 1 വർഷം മുന്നേ എടുത്തിട്ടുള്ള ഇൻഷുറൻസിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ട് വെച്ചെങ്കിൽ ഡോക്ടറുടെ റിപ്പോർട്ടിൽ നമ്മൾ 2 വർഷമായിട്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നും നമ്മൾ ഇൻഷുറൻസ് എടുത്ത സമയത്ത് വേറെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലെന്നും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി വരുന്ന സമയത്ത് ക്ലെയിം റിജക്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. അല്ല, ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഈ 2026 മെഡിക്കൽ ഇൻഷുറൻസിൽ ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ അടുത്ത വർഷം നമ്മൾ റിന്യൂ ചെയ്യും മെഡിക്കൽ ഇൻഷുറൻസ്. സമയത്ത് നമ്മൾ വേറെ അഡീഷണൽ ഡോക്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിന്യൂ ചെയ്താൽ മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോ വർഷം റിന്യൂ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൊടുക്കുന്നില്ല. ബട്ട് ഇൻ കേസ് നമ്മൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ എന്തെങ്കിലും വരാണെങ്കിൽ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം അല്ലേ? അത് മാൻഡേറ്ററി അല്ല. നമുക്ക് സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഓൾറെഡി എടുക്കുന്ന സമയത്ത് നമ്മളുടെ അറിവോടുകൂടി നമ്മൾ മറച്ചു വെക്കാണ്ട് എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ വർഷം നമ്മൾ വേറെ ഡിക്ലറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ. ഇനി ആരെങ്കിലും ഉണ്ടോ? നമസ്കാരം. ഒരു കാര്യം ക്ലിയർ ചെയ്യാനാണ്. നമുക്ക് എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് ഇത് എക്സ്പയർ ആയിപ്പോയി, ലൈക്ക് വിത്തിൻ 1 month. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? സെയിം എടുത്ത ആരുടെന്നാണോ എടുത്തത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ. ചില കേസുകളിൽ ഒരു 1 time റിന്യൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരാറുണ്ട്. ഇൻ കേസ് 1 month കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് ലാപ്സായി പോയെന്നുണ്ട് വെച്ചെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. അത് എവിടുന്നാണോ എടുത്ത് ആ ആളെ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഫൈൻ. താങ്ക് യു. ഇനി ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കാം അല്ലേ? ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ, നമുക്ക് കുറച്ചുകൂടി. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു, കാരണം 4 മിനിറ്റ് കാണിക്കുന്നു കേട്ടോ ഈ സെഷന്റെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ എൻ്റെ നമ്പറാണത്. UAE നമ്പറും കൊടുത്തിട്ടുണ്ട്, നാട്ടിലത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്. 2 നമ്പറും ആക്റ്റീവ് ആണ്, 2ലും വാട്സപ്പും ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് വെച്ചെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് അറിയാത്തതാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എക്സ്പേർട്സിൻ്റെ അടുത്ത് കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പോളിസി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ടൈം ഇൻഷുറൻസോ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്താണെന്നുണ്ട് വെച്ചാലും കോൺടാക്ട് ചെയ്യാം. എൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അബുദാബിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ സെഷൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഒന്ന് ഇടുക. എല്ലാവർക്കും ഓക്കെ ആയി എന്നുണ്ട് വെച്ചെങ്കിൽ അത് പറയാം. അതല്ല വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ അതും പറയാം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ നന്നായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇതും കൂടിയും നമ്മുടെ ഗ്രൂപ്പിൽ ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാരൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി ഒരു നന്ദി പറയാനും കൂടി ഉണ്ട്. അതായത് നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്ക് ഒരു അവസരം തന്നതിന്, പറഞ്ഞ പോലെ കാര്യങ്ങൾ
എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് പേരായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. രമ്യാജിനോടായാലും ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവരോടാണെങ്കിലും ബാച്ച് കോർഡിനേറ്റേഴ്സ്, ഓവറോൾ ബാച്ച് കോർഡിനേറ്റേഴ്സ്, അങ്ങനെ എല്ലാവരും. പിന്നെ എസ്പെഷ്യൽ താങ്ക്സ് ടു ദേവികയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ദേവികയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. പോസ്റ്ററും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് ദേവികയാണ്. ദേവികയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി ബാക്കി ദേവിക എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ചേട്ടാ, ഹായ്. ഹായ്, നമസ്കാരം. ചേട്ടാ നമസ്കാരം. അടിപൊളിയായിട്ട് സെക്ഷൻ എടുത്തു. ഐ തിങ്ക് എവ്രി വൺ അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ലൈക്ക് എല്ലാം കവർ ചെയ്തു ചേട്ടൻ, ടോപ്പിക് പറഞ്ഞതിലൊക്കെ. പിന്നെ അത്യാവശ്യം നല്ലൊരു Q&A സെക്ഷൻ ആയിരുന്നു തോന്നുന്നു. എല്ലാവർക്കും എല്ലാവരുടെയും സംശയം ലൈക്ക് ഇതാക്കാൻ പറ്റി. ഐ തിങ്ക് നമ്മുടെ ഇത് ഡ്യൂറേഷൻ 2 hour ഉണ്ടായിരുന്നു തോന്നുന്നു. ലൈക്ക് 1 hour എക്സീഡ് ആയി. കാരണം അതില് ചിലപ്പോ കുറച്ച് നേരം നമുക്ക് മിസ് ഔട്ട് ആയി തോന്നുന്നു ആ ഒരു റീജോയിൻ ചെയ്യണ സമയത്ത്. But other than that, the session was very good. Thank you, Jetta, for taking your time out on a Sunday to plan all this for these many people. Thank you so much. Thank you, Jetta. അപ്പോൾ എല്ലാവരും ഒന്ന് മെയിൻ ഗ്രൂപ്പിലൊന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഒരു വലിയ സപ്പോർട്ടായിരിക്കും അത്. ഞാൻ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ജസ്റ്റ് ഒന്ന് മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് അത്രയേ ഉള്ളൂ. താങ്ക് യു. നമുക്ക് അതിൻ്റെ ചെയ്യാം അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. 100 മിനിറ്റിനാണ്. ഓക്കെ, ശരി, താങ്ക് യു.